ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 90-ാമത്തെ ക്ലാസ്സിലേക്ക് 2026 ഏപ്രിൽ മാസം 15-ാം തീയതി കർത്തനാമത്തിൽ എല്ലാവരെയും വന്ദനം ചൊല്ലുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. 89-ാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച് പൂർത്തീകരിച്ചത് മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ സംഭവിക്കുന്ന വിഷയങ്ങളുള്ള ബന്ധത്തിൽ നാം ചിന്തിച്ചത് സാത്താൻ ബന്ധിക്കപ്പെട്ട അഗാധത്തിൽ 1000 വർഷത്തേക്ക് മുദ്രയിടപ്പെടുന്നതിനെ കുറിച്ചാകുന്നു. 7 സംഭവങ്ങളാണ് അന്ന് നടക്കുന്നത് എന്നത് ആവർത്തിച്ച് പറയുന്നത് മനസ്സിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഒന്നാമതായി നടക്കുന്നത് വൃതന്മാരെ ചേർക്കുന്ന കൊയ്ത്താണ്. രണ്ടാമതായി നടക്കുന്ന സംഭവം അത് നമ്മൾ ചിന്തിക്കുമ്പോൾ രണ്ടാമത് നടക്കുന്നത് ഹർമോദ യുദ്ധമാണ്. മൂന്നാമതായി നടക്കുന്ന സംഭവം ഏതോ എന്ന മുന്തിരിക്കുലയെ അറുത്ത് ദൈവക്രോധത്തിന്റെ ചക്രട്ട് മെതിച്ചു കളയുന്നതാണ്. നാലാമത്തെ സംഭവം സാത്താൻ ബന്ധിക്കപ്പെട്ട് 1000 ആണ്ടേക്ക് ചങ്ങലയിൽ അവൻ അഗാധത്തിൽ കിടക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. 5-ാമത്തെ വിഷയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ 5-ാമത്തെ വിഷയം ഭൂമിയിൽ വെച്ച് നടക്കുന്ന കല്യാണ സദ്യയെക്കുറിച്ചാണ്. അപ്പോൾ ഈ ഭൂമിയിൽ വെച്ച് നടക്കുന്ന കല്യാണ സദ്യ നടക്കുമ്പോൾ അത് എങ്ങനെയാണ്, എവിടെ വെച്ചാണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് ഉപമകളായിട്ടാണ് ദൈവത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കിയത് ഹർമോദ യുദ്ധവും ഏതോം എന്ന മുന്തിരിക്കുലയെ ആ വംശത്തെ ദൈവം മെതിച്ചു കളഞ്ഞതിന് ശേഷമായി കർത്താവ് തൻ്റെ ചെരുപ്പ് ഏതോമിൽ എറിയും. അതോടുകൂടി തൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ചും ഇരിക്കും. മോവാവിൽ കഴുകാനുള്ള വട്ടക എന്ന് പറഞ്ഞാൽ താൻ ശുദ്ധീകരിക്കും എന്ന് പറഞ്ഞാൽ അത് കാണിക്കുന്നത് തൻ്റെ പ്രവൃത്തിയെല്ലാം തികച്ച ശേഷമായി എവിടുന്ന് കർത്താവ് അപ്രത്യക്ഷമായ കർത്താവും അവനോട് കൂടെ വന്നൊരു അപ്രത്യക്ഷമായോ അവിടേക്ക് മടങ്ങി വന്ന കല്യാണ സദ്യ നടത്തുന്നതിനെ കുറിച്ചാണ് തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ കർത്താവും അവൻ്റെ കൂടെ വന്ന സൈന്യവും ഹർമോദ യുദ്ധത്തിലേക്ക് വേണ്ടി വിവാഹ അറയിൽ നിന്ന് സിയോൻ പർവ്വതത്തിലേക്ക് അവര് ഇറങ്ങിച്ചെല്ലുന്നതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചിരുന്നു. അപ്പൊ ആ 2 സംഭവങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട ശേഷമായി കർത്താവിനോട് കൂടെ വന്നവരും അവര് വീണ്ടും കല്യാണ സദ്യ നടക്കുന്ന അടയ്ക്കപ്പെട്ടിരിക്കുന്ന വിരുന്നുശാലയിലേക്കാണ് പ്രവേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവിടേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അങ്ങനെ പ്രവേശിച്ചു, കർത്താവ് പോയിട്ട് മടങ്ങി വന്നു എന്നൊക്കെ നമ്മൾ എങ്ങനെയാണ് അതിനെ സാധൂകരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ നമുക്കതിനെ അതിനോട് നമുക്ക് തെളിവ് നടത്താം എന്നുള്ള ചോദ്യങ്ങളൊക്കെ പലപ്പോഴും ഇതിനകത്ത് ഉയർന്നു വരാൻ സാധ്യതകളുണ്ട്. ഇതൊക്കെ വെറും സങ്കല്പങ്ങളല്ലേ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അപ്പോൾ കർത്താവ് യുദ്ധത്തിന് വേണ്ടി പോയി അതിനുശേഷമായി മടങ്ങി വന്ന് വീണ്ടും വിവാഹം നടക്കുന്ന ഹോളിലേക്ക് പ്രവേശിച്ചു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിന് ആധികാരികമായിട്ടുള്ള തെളിവ് കൂടി നമുക്കുണ്ടായിരിക്കേണ്ടത് നല്ലതാണ്. കാരണം അതല്ലെങ്കിൽ നാം അതൊരു സാങ്കല്പികമായിട്ടുള്ള പഠനമായി അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു തെളിവില്ലാതെ പോകും. അങ്ങനെ പഠിക്കാൻ നമ്മൾ കഥകളല്ലോ പഠിക്കുന്നത് കൊണ്ട് കർത്താവ് പോയിട്ട് മടങ്ങി വരുന്നു എന്നുള്ളതിനെ കുറിച്ച് ദൈവവചനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് കർത്താവ് വിരുന്നുശാലയിൽ നിന്ന് അവിടുന്ന് അപ്രത്യക്ഷമാകുന്നതെന്നും എന്തിനു വേണ്ടിയാണ് കർത്താവ് തിരിച്ച് വീണ്ടും അവിടേക്ക് പ്രവേശിക്കപ്പെടുന്നതെന്നും എന്നുള്ളതും നമുക്ക് ദൈവവചനം വായിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കി കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോന്നിനോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അതിൻ്റെ നിലവാരത്തിലും സത്യത്തിലും വേണം നമ്മൾ മനസ്സിലാക്കിയെടുക്കാനായിട്ട്. ഇവിടെ കല്യാണ സദ്യയിലേക്ക് പോയ കർത്താവ് മടങ്ങി വരുന്നു എന്നുള്ളതിൻ്റെ തെളിവിനായിട്ട് ഞാനൊരു വചനം വായിക്കാം. മത്തായി സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കണം. എന്നാൽ അകത്ത് വരുന്നതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കർത്താവ് പുറത്തുപോയി വീണ്ടും അകത്ത് വന്നു എന്നുള്ളതിൻ്റെ വചന തെളിവായിട്ട് അത് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നു. മത്തായി സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യമാണ് ഞാൻ വായിക്കുന്നത്. എന്നാൽ അതിനുശേഷമായിട്ട് നമ്മൾ മുഴുവനും പഠിക്കുന്നതായിരിക്കും. കർത്താവ് ഇങ്ങനെ
ഞാനിങ്ങനെ പറയുകയാണ്, കർത്താവ് കല്യാണ വിരുന്നശാലയിൽ നിന്ന് അപ്രത്യക്ഷമായി സിയോൻ പർവ്വതത്തിൽ പോയി. അതിനെക്കുറിച്ച് എനിക്ക് സംശയമില്ല, അതൊക്കെ വചനം നമ്മൾ നിവർത്തി. ഇനി തിരിച്ച് കർത്താവ് ഇവിടെ കല്യാണ വിരുന്നശാലയിലേക്ക് പ്രവേശിച്ചു എന്നുള്ളതിന് വചനത്തെളിവ് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ വചനത്തെളിവ് തന്നിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് പഠനത്തിലേക്ക് പ്രവേശിപ്പാനായിട്ടാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 22-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത്: വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്തു വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു. അപ്പോൾ വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്തു വന്നു. അപ്പോൾ അത് വളരെ കൃത്യമായല്ലോ, സംശയങ്ങൾ ഇല്ലാതെ വണ്ണം നമുക്കത് തെളിയിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. കാരണം കർത്താവും അവൻ്റെ പരിവാരങ്ങളും ഇറങ്ങി വരുന്നത് സ്വർഗാസ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഒലിവുമലയിൽ ചവിട്ടിയതിന് ശേഷമായി അത് പിളർന്നു പോകുന്നതിനെ കുറിച്ചും കർത്താവും അവരോട് കൂടെ വന്നവരും വൃതന്മാര് അവരെല്ലാവരോടും കൂടി വിരുന്നുശാലയിൽ പ്രവേശിക്കുകയും അത് എണ്ണം തികയാത്തതുകൊണ്ട് ആൾക്കാരുടെ സീറ്റുകൾ അവിടെ വീണ്ടും വിളിക്കപ്പെട്ടവരെല്ലാവരും ഒരുക്കപ്പെടാത്തത് കൊണ്ട് നിരവധി സ്ഥലം കാലിയായി കിടക്കുന്നതുകൊണ്ട് അവിടേക്ക് കണ്ടവരെല്ലാം വിളിച്ചു കയറ്റി കഥ കടച്ച ശേഷമായി കർത്താവ് അപ്രത്യക്ഷമായി സിയോൻ പർവ്വതത്തിൽ പ്രത്യക്ഷമായ ഹർമോദ യുദ്ധത്തിൽ പങ്കെടുത്ത ശേഷമായി ഈ യെരുശലേമിലും സിയോൻ പർവ്വതത്തിലും ഏതോ ദേശത്തും ചെയ്യേണ്ട സകല പ്രവൃത്തികളും പൂർത്തിയാക്കിയ ശേഷം കർത്താവ് വീണ്ടും കല്യാണ നടക്കുന്ന വിരുന്നുശാലയിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മത്തായി സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം നമുക്ക് തെളിവ് നൽകുന്നത്. വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്ത് വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്തൊരു മനുഷ്യനെ അവിടെ കണ്ടു. അപ്പോൾ വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്ത് വന്നു എന്ന് പറയുമ്പോൾ ഇവരെല്ലാം കൂട്ടി വരുത്തി കർത്താവ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അതിനുശേഷമാണല്ലോ കഥ അടച്ചത്. അപ്പോൾ അവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ, അവിടെ തന്നെ ആയിരുന്നെങ്കിൽ കർത്താവിനെ അകത്ത് വന്നു എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അവൻ പുറത്തു പോയി എന്നുള്ളതും പുറത്തു പോയ ശേഷം എന്തിനു പുറത്തു പോയി എന്നുള്ളത് നമ്മളിതുവരെ പഠിച്ചു. അപ്പോൾ പുറത്തു പോയ ശേഷം വീണ്ടും കല്യാണ വിരുന്നിനോടുള്ള ബന്ധത്തിൽ കർത്താവ് അകത്ത് വന്നു എന്നുള്ളത് ഈ ഒരു വചനത്തിൽ നമ്മൾ വെളിപ്പെടുത്തുമ്പോൾ അതിനെ സംശയം കൂടാതെ തന്നെ നമ്മൾ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് വചനപരമായിട്ടുള്ള സാധൂതീകരണമുണ്ട് എന്നുള്ളതാണ് ഇന്ന് ഈ വചനത്തിന് തെളിവിനാൽ സ്ഥിരപ്പെടുത്തുന്നത്. കാരണം ഇത് ഞാൻ പറഞ്ഞു പോയിട്ടില്ല എങ്കിൽ ഒരു കഥ പറയുന്ന പോലെ പറഞ്ഞു പോയെന്ന് പറയും, എൻ്റെ അകത്ത് അംഗീകരിക്കാൻ പറ്റതായിട്ടുള്ള വചനമില്ല എന്ന് പിന്നീട് ഒരു ദിവസം അതിനൊരു ഒബ്ജക്ഷൻ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ വിധത്തിൽ ഈ ക്ലാസ് എടുക്കാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നത്. ഇതൊന്ന് ഞങ്ങൾക്ക് സംശയം ഉണ്ടാകത്തില്ല എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് തുടർന്നുള്ള കല്യാണ സദ്യയെക്കുറിച്ചുള്ള വിഷയങ്ങളെയുള്ള ബന്ധത്തിലാണ് നാം ചിന്തിക്കുന്നത്. അപ്പോൾ കല്യാണ സദ്യയെക്കുറിച്ച് വേദപുസ്തകത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ വരാനുള്ള സംഭവങ്ങളിൽ മനുഷ്യവൻ വെളിപ്പെടുന്ന നടക്കുന്ന 5-ാമത്തെ സംഭവമാണ്. അതേക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരൊറ്റ വാക്യം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആ വാക്യത്തെ നമ്മൾ മറ്റുള്ള വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ കർത്താവ് സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ നമുക്കതിനെ മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒരു ഒറ്റ വചനത്തോടു കൂടിയല്ല, അതിനോടനുബന്ധമായി നിൽക്കുന്ന കല്യാണ സദ്യയ്ക്ക് വേണ്ടി ഉള്ള വിഷയം നടക്കുമെന്നുള്ളത് ഭാവികാല സംഭവത്തോടുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു, വായിച്ചിരുന്നു, അതേക്കുറിച്ച് വ്യാഖ്യാനിച്ചിരുന്നു. അത് 19-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യമാണ്. പിന്നെ അവൻ എന്നോട് കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിൻ്റെ സത്യവചനമെന്നും എന്നോട് പറഞ്ഞു. അപ്പോൾ പിന്നെ അവൻ എന്നോട് കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിൻ്റെ സത്യവചനമെന്നും എന്നോട് പറഞ്ഞു. അപ്പൊ ഇത്രയും ഒരു ഒറ്റ വാക്യം മാത്രമേ കല്യാണ സദ്യയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. ഈ കല്യാണ സദ്യ എവിടെ നടക്കുന്നെന്നോ എന്ന് നടക്കുന്നെന്നോ എപ്പോൾ നടക്കുന്നെന്നോ അവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ കുഞ്ഞാടിൻ്റെ വിവാഹം നടന്ന ശേഷമായി അതിനോടനുബന്ധമായി കല്യാണ സദ്യ നടക്കും. പക്ഷെ അതിന് ക്ഷണിക്കപ്പെടുന്നവരെ വിളിക്കുന്നുണ്ട് എന്നുള്ളതും ഇവിടെ നമ്മൾ വെളിപ്പെടുത്തുമ്പോൾ മനസ്സിലാകുമ്പോൾ ഇനി ഇത് ഏത് ഭാഗത്താണ് അത് സംബന്ധമായി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി കർത്താവ് ഇത് സംബന്ധമായി പറഞ്ഞിരിക്കുന്ന ചില ഉപമകളുടെ പഠനത്തിലൂടെ നമ്മൾ വെളിപ്പെടുത്താൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. ഈ കല്യാണ സദ്യക്ക് വേണ്ടി ക്ഷണിക്കപ്പെട്ടവരോട് ബന്ധത്തിൽ അതിനെ മുഴുവനായിട്ടുള്ള കാര്യം ഇതുവരെ നമ്മൾ പഠിച്ചത്
അത് അപ്രകാരം ആ പറഞ്ഞിരിക്കുന്ന ഉപമ അതാകുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടി ഞാൻ ഒരു വചനം വായിക്കും. അതിനുശേഷമായി ആ ഉപമയുള്ള ബന്ധത്തിൽ അതിനെ നമ്മൾ ഇതാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് വെളിപ്പെടുത്തും. കാരണം ഒരുപാട് പ്രാവശ്യം നമ്മൾ വായിച്ചു പോകുന്ന വചനങ്ങളെല്ലാം വേണ്ട സ്ഥലത്ത് പലപ്പോഴും പലരും അത് മനസ്സിലാക്കാതെ ഉപയോഗിക്കാറുണ്ട്. അത് തെറ്റാണെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ ഓരോന്നിനും പറഞ്ഞിരിക്കുന്ന അതിൻ്റെതായിട്ടുള്ള സമയത്തോളം ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താകുന്നു എന്നുള്ളത് വെളിപ്പെടുത്താനായിട്ട് മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം വായിക്കുന്നു. വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. അപ്പം ഈ ഒരു വാക്യം വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മൾ ദൈവസഭയുടെ ബന്ധത്തിൽ സുവിശേഷ ബന്ധത്തിലൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇത് വാസ്തവത്തിൽ എന്തിനോട് ബന്ധത്തിലാ പറഞ്ഞിരിക്കുന്നത് ചോദിച്ചാൽ, കല്യാണ സദ്യക്ക് വേണ്ടി ക്ഷണിക്കപ്പെട്ടവർ അനേകരായിരുന്നുവെന്നും എന്നാൽ അതിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന വ്രതന്മാരാകുന്നവർ കുറവാണെന്നു എന്നുള്ളതാണ് എൻ്റെ യഥാർത്ഥമായ വചനപരമായിട്ടുള്ള വ്യാഖ്യാനം. അപ്പൊ ഈ മത്തായി സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം വായിച്ചിട്ട് വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം എന്നുള്ളത് ഒരിക്കലും മണവാട്ടി സഭയുടെ എണ്ണത്തോടുള്ള ബന്ധത്തിലുള്ള കാര്യത്തെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതാ സ്വർഗീയ വിളിക്ക് വേണ്ടി വിളിക്കപ്പെട്ടവർ, അപ്പൊ അതിനകത്തുനിന്ന് അവരെ അതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നവരെ നിത്യനരകാഗ്നിയിലേക്ക് തള്ളിക്കളയുന്നില്ല. എന്നാൽ ഇതിനോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ ഇവിടെ അവരെ നരകാഗ്നിയിലേക്ക് തള്ളിക്കളയുന്നതിനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ സംഭവമായിട്ട് നമ്മൾ പഠിക്കണം. അപ്പോൾ കർത്താവിന്റെ മധ്യാകാശ വരവെങ്കിൽ തള്ളപ്പെട്ടു പോകുന്നവരെ അപ്പോൾ തന്നെ നിത്യനരകാഗ്നിയിലേക്ക് തള്ളിക്കളയുന്നില്ല. എന്നാൽ ഇതിനോടുള്ള ബന്ധത്തിൽ ഈ മത്തായി 22-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അത് ഉപമയാണ് പറയുമ്പോൾ അത് യഥാർത്ഥമായി നടക്കാനുള്ള കാര്യമാണ്. ലോകസ്ഥാപനം മുതൽ ഗൂഢമായിരിക്കുന്നതാണ് ഉപമയായി പ്രസ്താവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വചനം നമ്മൾ പലപ്പോഴും എടുത്ത് അസ്ഥാനത്ത് ഉപയോഗിക്കും. ഇന്നും വേണമെങ്കിൽ എടുത്ത് പ്രസംഗിക്കാം. വിളിക്കപ്പെട്ടവർ അനേകരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം, പിന്നെ ഇടുക്ക് വഴിയിലൂടെ കടപ്പാൻ പോരാടി വീഴുന്നൊക്കെ വചനം വായിക്കുമ്പോൾ ഞാനിതൊക്കെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊന്നും ഇപ്പോഴത്തോളം ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ല എന്നുള്ളത്. ഇടുക്ക് വഴിയിലൂടെ പ്രവേശിക്കാൻ പറഞ്ഞ പരിസരമാവ് ഇപ്പം നമുക്ക് അത്ര ബുദ്ധിമുട്ടുള്ള വിഷയമല്ല തന്നിരിക്കുന്നത്. ഇപ്പോൾ ഏത് മനുഷ്യനും രക്ഷിക്കപ്പെടാനുള്ള ഏറ്റവും വിശാലമായ സുപ്രസാദമായ കാലം അത് ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോഴല്ല ഇടുക്ക് വഴി. ഇത് ഇടുക്ക് വഴിയാണെന്നൊക്കെ നമ്മൾ പറയും, പക്ഷെ കഷ്ടത ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ ഇതിനേക്കാൾ എത്രയോ ഭയാനകമായ ഒരു കാലം വരാൻ പോകുന്നത് പ്രസവ വേദനയുടെ കാലം. ആ സമയത്തെക്കുറിച്ച് ആ ഇടുക്ക് വഴിയുടെ കടപ്പിൽ കർത്താവ് ഈ സുവിശേഷ യഹൂദനോടുള്ള ബന്ധത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ബന്ധത്തിൽ സംസാരിച്ചിരിക്കുന്നത്. അതൊരിക്കലും ദൈവസഭയുടെ ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നതല്ല. ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതെല്ലാം അത് ദൈവരാജ്യം എന്ന് പറയുമ്പോൾ പഴയ നിയമ വിശുദ്ധന്മാരും പുതിയ നിയമ വിശുദ്ധന്മാരും ഉൾപ്പെടുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് പഴയ പുതിയ നിയമ വിശുദ്ധന്മാരോട് ഒരുമിച്ചുള്ള ബന്ധമുണ്ട്. അതുകൊണ്ട് കല്യാണ സദ്യ എന്നുള്ളത് അത് മണവാട്ടി സഭയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല. കല്യാണ സദ്യക്ക് അകത്ത് അത് എല്ലാ ക്ഷണിക്കപ്പെട്ടവരും ഉണ്ട് എന്നുള്ളത് നമ്മളത് മനസ്സിലാക്കിയെടുക്കണം. അപ്പം ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായിരിക്കുന്ന കാര്യങ്ങളെ ഗ്രഹിച്ചെടുത്തെങ്കിൽ മാത്രമേ വചനപരമായിട്ടുള്ള പഠനത്തിൽ നമുക്ക് ആധികാരികത കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു വാക്യം എടുത്തിട്ട് വേണമെങ്കിൽ ഒത്തുവാക്യം വെച്ചിട്ട് വേണമെങ്കിൽ ഇത് വെച്ച് വേണമെങ്കിൽ കർത്താവിൻ്റെ മധ്യാകാശവരനെ കുറിച്ച് പ്രസംഗിക്കാം. വിളിക്കപ്പെട്ട അനേകരാണ്, തിരഞ്ഞെടുക്കപ്പെട്ട ചുരുക്കമാണെന്നൊക്കെ പഠിപ്പിക്കാം. പക്ഷെ അത് വാസ്തവത്തിൽ അങ്ങനെയാണോ? അല്ല. ഈ വിളിക്കപ്പെട്ടവരായിട്ടുള്ള എന്ന് പറഞ്ഞാൽ സ്വർഗീയ വിളിക്ക് ഓഹരിക്കായിട്ടുള്ള നമ്മളെ 100 പേര് തികയുന്നില്ലെങ്കിൽ 60 പേരെയും 30 പേരെയും ഉള്ളവരെ ദൈവം നരകാഗ്നിയെ തള്ളിക്കളയുന്നില്ല. പക്ഷെ ഇവിടുത്തെ ഈ സന്ദർഭം വായിക്കുമ്പോൾ ഇവരെ തള്ളപ്പെടുന്നവരെ നിത്യനരകത്തിൽ തള്ളിക്കളയുന്നു. അതുകൊണ്ട് ദൈവസഭയുടെ 100 പേരെയും തികയുന്നില്ലെങ്കിൽ, മധ്യാകാശവരം എടുക്കപ്പെടുന്നില്ലെങ്കിൽ 60 പേരെയും 30 പേരെയും വീണ്ടും ശേഷിക്കും. അതിൽ നിന്ന് 2 നിലവിളക്കുണ്ടെന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അങ്ങനെയൊരു കാര്യങ്ങളെ അറിയാവുന്നവർക്ക് മാത്രമേ ഇതിന് യഥാർത്ഥമായ രീതിയിൽ ഇന്നതാണ് സംഭവിക്കുന്നുള്ളത് വ്യാഖ്യാനിച്ച് തെളിയിക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അത് കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന എല്ലാറ്റോടും കൂടെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പഠിപ്പിക്കലായി മാറിപ്പോകും. അതങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ കർത്താവ് ഈ വിരുന്നശാലയ്ക്ക് അകത്ത് വരുന്നതിനെ കുറിച്ച് പറയുമ്പോൾ വിരുന്നശാലയുടെ വാതിലടച്ചു കഴിഞ്ഞ് കർത്താവ് അവിടെ തന്നെ ഇരിക്കുകയല്ല ചെയ്തത്. കർത്താവ് വെളിയിൽ പോയെന്നുള്ളതിൻ്റെ വചനം നമ്മൾ കണ്ടു. അതിന് ശേഷമായി കർത്താവ് വിരുന്നശാലയുടെ അകത്ത് വരുന്നതും നമ്മൾ ചിന്തിച്ചപ്പോൾ നമ്മൾ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള നമുക്കൊരു ചിത്രം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇപ്പോൾ കർത്താവ് വിരുന്നശാലയ്ക്ക് വെളിയിൽ പോയി യുദ്ധം ചെയ്ത് ഹർമോദ യുദ്ധം കഴിയുന്നതിനെക്കുറിച്ചും അതിനുശേഷമായി ഏതോം എന്ന മുന്തിരിവള്ളി
ആ മുന്തിരിക്കൊല അറക്കുന്നതിനെ കുറിച്ചും ആ സമയത്ത് അവരെ മെതിച്ചു കളയുമ്പോൾ സാത്താനെ ദൈവസഭ മെതിച്ചു കളയുന്നതിനെ കുറിച്ചും അതിനുശേഷമായിട്ട് സാത്താനെ പിടിച്ച് ബന്ധിച്ച് ചങ്ങലക്കിടുകയും തിരിച്ചു വീണ്ടും കർത്താവും അവനോട് പോയ സൈന്യങ്ങളും വീണ്ടും വിരുദ്ധശാലയ്ക്കകത്ത് പ്രവേശിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം നടക്കുന്ന സംഭവമാണ് കല്യാണ സദ്യ എന്നുള്ളതിൻ്റെ സീക്വൻസ് ഓഫ് സംഭവം എന്ന് പറഞ്ഞാൽ സംഭവം നടക്കുന്ന സന്ദർഭങ്ങളുടെ വിശദീകരണമാണ് ഞാൻ പറഞ്ഞത്. അതിനുള്ളതായ ദൈവവചന ചിന്തകളും അതിനുള്ള തെളിവുകളും സഹിതമാണ് അത് വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് ഇതൊരു കഥയല്ല, സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ചിത്രമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ കല്യാണ സദ്യ എന്നുള്ളത് ഭൂമിയിൽ വെച്ച് നടക്കുന്നു എന്നുള്ളത് തുടർന്ന് നമ്മൾ ചിന്തിക്കും. അപ്പം അതേക്കുറിച്ചാണ് തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു. ഇപ്പം കല്യാണ സദ്യയെക്കുറിച്ചുള്ള ഭാഗം അതിന് ഇസ്രായേലിനുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത്, അതുപോലെ ദൈവസഭയെക്കുറിച്ചുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നതിനെക്കുറിച്ചും 25-ാം അധ്യായത്തിൽ നമ്മളത് ചിന്തിച്ചിരുന്നു. സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ. ഈ സ്വർഗരാജ്യം എന്ന് പറയുന്നതിനോടുള്ള ബന്ധത്തിൽ ഞാനിപ്പം മനസ്സിലാക്കിയത്, ദൈവരാജ്യവും സ്വർഗരാജ്യവും തമ്മിൽ പറയുമ്പോൾ, ദൈവരാജ്യം എന്ന് പറയുമ്പോൾ അത് നമുക്കറിയാം. ദൈവരാജ്യം എന്ന് പറയുമ്പോൾ അത് ഇസ്രായേലിനോടുള്ള പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിടത്താണ് ദൈവരാജ്യത്തെ പറഞ്ഞിരിക്കുന്നത്. സ്വർഗരാജ്യം എന്ന് പറയുമ്പോൾ രണ്ടും കൂടെ ഉൾപ്പെടുന്ന ഒരു ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ദൈവരാജ്യത്തിൽ എന്ന് പറഞ്ഞാൽ അത് അക്ഷരീ, പക്ഷേ എന്നാൽ സ്വർഗരാജ്യം എന്ന് പറയുമ്പോൾ അതിനകത്ത് കല്യാണ സദ്യ കൂടെ ഉൾപ്പെടും. ദൈവരാജ്യത്തിൽ അത് ദൈവപന്തിയിലിരിക്കുന്ന സ്ഥിരമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ കല്യാണ സദ്യ ഒരിക്കൽ മാത്രമായിട്ടുള്ളതാണ്. ഇപ്പോൾ സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്കെടുത്തും കൊണ്ട് പുറപ്പെട്ട 10 കല്യാണം, ഇത് അറിയാവുന്നത് കൊണ്ട് അതിലേക്ക് പോകുന്നില്ല. എന്നാൽ കല്യാണ സദ്യ നടക്കുന്നത് ഭൂമിയിലാകുന്നു എന്നതിൻ്റെ വചന തെളിവിന് വേണ്ടിയാണ് അതിൻ്റെ 10-ാമത്തെ വാക്യം വായിക്കുന്നത്. 25-ാം അധ്യായം 10-ാം വാക്യം. അപ്പോൾ ഇനി ഇതിനകത്ത് സംശയമുണ്ടെങ്കിൽ ഇത്രയും ചിന്തിച്ചാൽ മതി. ഈ കല്യാണ സദ്യ സ്വർഗാസ്വർഗത്തിലാണ് നടക്കുന്നെങ്കിൽ എങ്ങനെ അവിടെ കണ്ടവരും ദുഷ്ടന്മാരുമായിട്ടുള്ളവര് സ്വർഗാസ്വർഗത്തിൽ ചെന്ന് കല്യാണ സദ്യക്ക് കയറും? എനിക്കിതൊക്കെയാണ് പലപ്പോഴും വലിയ അതിശയമേ തോന്നാറുള്ളത്. കല്യാണ സദ്യ സ്വർഗാസ്വർഗത്തിൽ നടക്കുന്നു എന്ന് പഠിപ്പിക്കുന്നവരോട് ഞാൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് ദുഷ്ടന്മാരൊക്കെ അവിടെ ചെന്ന് കണ്ടവരെയൊക്കെ അവിടെ കയറ്റുന്നത്? അത്രമാത്രം വില കുറഞ്ഞൊരു സ്ഥലമാണോ സ്വർഗാസ്വർഗം? അല്ല. അവിടേക്ക് പ്രവേശിക്കാൻ സ്വർഗദേശങ്ങൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അപ്പോൾ ഇത് ഒരിക്കലും അങ്ങനെ പഠിപ്പിക്കുകയോ ചിന്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അത് കാഴ്ചപ്പാടില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ സ്വർഗരാജ്യത്തിൽ കല്യാണ സദ്യ നടക്കുന്ന അത് സ്വർഗരാജ്യത്തിലാണ്, ദൈവരാജ്യത്തിലാണ്, അത് ഭൂമിയിലാണ് നടക്കുന്നത്. അല്ലാതെ സ്വർഗാസ്വർഗത്തിലാണെന്ന് ആരെങ്കിലും പഠിപ്പിക്കുകയോ അതിനെ വ്യാഖ്യാനിക്കുകയോ ചെയ്താൽ അവരോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്: സ്വർഗാസ്വർഗത്തിലേക്ക് അവിടെ വെച്ചാ കല്യാണം നടന്ന അവിടെ മണിയറയിലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നവരുണ്ട്. അപ്പൊ അതെവിടെയാകട്ടെ, കല്യാണ സദ്യ മണിയറ നടന്ന അവിടെ നിന്ന് കല്യാണ സദ്യ നടക്കുകയാണെങ്കിൽ അങ്ങനെ സ്വർഗത്തിൽ വെച്ചല്ല, അത് മണിയറയെ വെച്ചുമല്ല, മധ്യാകാശത്ത് വെച്ചുമല്ല, സ്വർഗാസ്വർഗത്തിൽ വെച്ചുമല്ല കല്യാണ സദ്യ നടക്കുന്നത്, ഭൂമി വെച്ച. കാരണം ഇവിടുന്ന് സാധാരണ മനുഷ്യർക്ക് കണ്ടവർക്കും എല്ലാവർക്കും അവിടെ ചെന്ന് കയറാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് അതങ്ങനെയല്ല എന്നുള്ളത് ഇതിനു മുമ്പ് പഠിച്ച ഉപമകൾ. ഈ ഉപമകളൊക്കെ പഠിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളുടെ അർത്ഥം യഥാർത്ഥത്തിൽ ശരിയാണ് നമ്മൾ പഠിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇവിടെ കല്യാണ സദ്യ നടക്കുന്നത് ഭൂമിയിലാണെന്ന് തെളിവായിട്ട് ഞാൻ പറഞ്ഞ 10 കന്യകമാരുടെ ഉപമയുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിൽ ഈ സന്ദർഭം പഠിപ്പിക്കുമ്പോൾ അത് ആവർത്തിച്ച് പറയേണ്ട ആവശ്യമുള്ളതുകൊണ്ട് 25-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം, മണവാളൻ വന്ന് ഒരുക്കിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യക്ക് ചെന്നു, വാതിൽ അടയ്ക്കുകയും ചെയ്തു. അപ്പോൾ വാതിൽ അടച്ചു എന്ന് പറയുമ്പോൾ നമ്മളത് മനസ്സിലാക്കിയത് സുവിശേഷത്തിൽ വാതിൽ അടച്ചു. ഇപ്പൊ കർത്താവാണ് വാതിൽ തുറന്നത്. ആ തുറന്ന വാതിൽ കർത്താവ് തന്നെയാണ് അടച്ചത്. നോഗയുടെ കാലം പോയുടെ കാലം വരും. നോഗ പണിതത് അവൻ അന്നത്തെ പുരാതന ലോകത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അവനൊരു പെട്ടകം പണിത് 8 പേര് അതിലൂടെ രക്ഷപ്പെട്ടു. വാതിൽ ദൈവം അടച്ചു, ദൈവമാണ് പിന്നീട് തുറന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ നിഴലായി നമുക്ക് അത് പൊരുളായി കാണാൻ സാധിക്കുന്നത് സാക്ഷാൽ പെട്ടകമായിരിക്കുന്ന ക്രിസ്തുയേശു രക്ഷയുടെ പെട്ടകമാണ്. ആ നിയമപ്പെട്ടകം എന്ന് പറയുമ്പോൾ നിയമത്തിലൂടെ മാത്രമേ രക്ഷയുള്ളൂ. പുതിയ നിയമത്തിലൂടെ മാത്രമാണ് രക്ഷയുള്ളത്. ആ സാക്ഷാൽ നിയമപ്പെട്ടകമായിരിക്കുന്ന നിയമത്തിലൂടെ മാത്രം, യേശുവിൻ്റെ രക്തത്തിലൂടെ മാത്രമുള്ള രക്ഷ അവൻ ആരംഭിച്ചത്, സ്ഥാപിതമാക്കിയത്
അത് കർത്താവ് കുഞ്ഞാടിൻ്റെ മരണപുനരുത്ഥാനത്തോടു കൂടിയാണ്. പുള്ളിയോട് വന്ന് സുവിശേഷം അറിയിച്ച് അതിൻ്റെ വാതിൽ തുറന്നു. അവൻ്റെ മരണപുനരുത്ഥാനത്തോടുകൂടി അവൻ്റെ കല്ലറ തുറക്കപ്പെട്ടോടുകൂടി സുവിശേഷം ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തുന്നേറ്റ ക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശം ലോകമെമ്പാടും ഘോഷിക്കപ്പെടുവാൻ അത് മുഖാന്തരമായി പാവമോചനം ഉണ്ടായി ജീവിതങ്ങളിലേക്ക് ദൈവരാജ്യത്തിലേക്കും ദൈവസഭയിലേക്കും ഉള്ള അംഗത്വം കർത്താവ് കൊടുത്ത് അതിൻ്റെ പ്രവൃത്തികൾ തുടങ്ങി കാലങ്ങളായി, നൂറ്റാണ്ടുകളായി, ആയിരക്കണക്കിന് വർഷമായി ആ പ്രവൃത്തി തികച്ച് കല്യാണ സദ്യയുടെ വാതിലടയ്ക്കുന്നതോടുകൂടിയാണ് ബുധന്മാരായിട്ടുള്ളവർ പ്രവേശിച്ച് ബാക്കിയുള്ളവരോട് കയറ്റി അടയ്ക്കുന്നതോടുകൂടിയാണ് സുവിശേഷയുടെ വാതിലടയ്ക്കുന്നത്. പിന്നീട് അത് അടച്ച് ഈ ഉപമയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്നത് തുറന്നു പറഞ്ഞിരിക്കുന്നത് വാതിലടയ്ക്കുകയും ചെയ്തു. അതിനുശേഷം മറ്റേ കന്യകമാരും വന്ന് കർത്താവേ ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞതിന് അവൻ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞാകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായിക്കൊണ്ട് ഉണർന്നിരിപ്പിനെന്ന് പറഞ്ഞു. ഈ നാളും നാഴികയും എന്നുള്ളത് കുഞ്ഞാടിൻ്റെ മണവാട്ടിയുടെ എടുക്കപ്പെടുന്നതിനെ കുറിച്ച് പറഞ്ഞതല്ല. അത് അന്ന് നാളെ എന്നറിയത്തില്ല, നാഴിക എന്നറിയത്തില്ല, ഏത് വർഷമെന്നറിയത്തില്ല. നാളും നാഴികയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ വരവിനെ കുറിച്ചാണ്, കല്യാണ സദ്യയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സ്വർഗാസ്വർഗത്തിലോ മധ്യാകാശത്തിലോ വെച്ചാണ് കല്യാണ സദ്യ നടക്കുന്നെങ്കിൽ എങ്ങനെ തള്ളപ്പെട്ടു പോയവർക്ക് അവിടെ പോയി വാതിലിനെ മുട്ടാൻ സാധിക്കും? ഇതൊരു ഉപമയാണെന്ന് പറഞ്ഞ് പലരും അതിനെ അങ്ങ് തള്ളിക്കളയും. പക്ഷെ അതിന്റെ യാഥാർത്ഥ്യം ദൈവമായ കർത്താവ് പറഞ്ഞ യാഥാർത്ഥ്യം ഇത് ഭൂമിയിൽ നടക്കുന്നു. പക്ഷെ എന്നാൽ അംഗീകരിക്കുന്നില്ല ചിലർ. നമ്മളിത് എത്രമാത്രം തെളിവെടുത്ത് പഠിപ്പിച്ചാലും ചില പാരമ്പര്യമായിട്ട് പിടുത്തമുള്ള ചില ആൾക്കാരുണ്ട്. അവര് ജീവൻ പോയാൽ പോലും സമ്മതിക്കാത്ത ചിലരുണ്ട്. ഇവരുടെ കല്യാണ സദ്യ സ്വർഗത്തിൽ വെച്ചാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന 10 കന്യകമാരുടെ ഉപമ പറഞ്ഞിരിക്കുന്ന 5 കന്യകമാരെ കുറിച്ച് അത് മണവാട്ടി സഭയുടെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കടുംപിടുത്തം പിടിക്കുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയധികം വചനത്തിന്റെ തെളിവ് കൊടുത്താലും അതിനെയൊക്കെ അവരന്നേരം പറയുന്നത് ഉപമയാന്ന് പറഞ്ഞ്. ഇപ്പം ഞാൻ വിചാരിക്കാറുണ്ട് പലപ്പോഴും സുവിശേഷം പറയുമ്പോൾ പലരും ഇത് പൂർണ്ണമല്ല എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയാറുണ്ട്. മറ്റുള്ളവർ എന്ന് പറഞ്ഞ ബൈബിൾ പൂർണ്ണമല്ല, അതുകൊണ്ട് അതിൻ്റെ അത് ബാക്കിയുള്ള ഭാഗം കൊണ്ട് പള്ളിയെ മറ്റേ പല പറഞ്ഞു. പക്ഷെ ഞാൻ വിചാരിക്കും ഈ പാരമ്പര്യം പറയുന്നവർ ഇതിൻ്റെ അകത്തുമുണ്ടല്ലോ എന്ന് വിചാരിക്കും. പുറത്ത് മാത്രമല്ല, അകത്തുമുണ്ട്. സത്യം വെളിപ്പെടുത്തി കഴിയുമ്പോഴത്തേന് അതൊന്ന് അംഗീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ അപ്പോൾ ഈ ദൈവത്തിൽ നിസ്സാരമായിട്ട് ഉപമയാന്ന് പറഞ്ഞ് അതിനെ തള്ളിക്കളയുന്ന പലരെയും നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതിനകത്ത് ഞാൻ വളരെ ഭയത്തോടെ പറയട്ടെ, ഇനി ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇതിൻ്റെ യാഥാർത്ഥ്യമാണ്. വിവാഹത്തിൻ്റെ സദ്യ, കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യ നടക്കുന്നത് ഭൂമിയിൽ വെച്ചാണ്. അതിന് ഒരു സംശയമുള്ള കാര്യമല്ല. കാരണം തെളിവുകൾ നിരത്തി ഇനിയും ആവശ്യമുള്ളവർക്ക് തെളിവുകളുണ്ട് പറയാനായിട്ട്, പക്ഷേ അതിൽ നിരത്താനായിട്ടുണ്ട്. പക്ഷേ ഇത്രയും മതിയാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനപ്പുറമായിട്ട് ഇനിയും എത്ര പറഞ്ഞാലും അംഗീകരിക്കാത്തവരെ നമുക്ക് അംഗീകരിപ്പിക്കാൻ കഴിയത്തില്ല. അതവരുടെ ഇഷ്ടം, അത് വിട്ട് കളയട്ടെ. ഏതായാലും ഇത് വചനപരമായിട്ട് എൻ്റെ സത്യം ഇതാണെന്നുള്ളത് ഞാനിങ്ങനെ പറയാൻ കാരണം എനിക്ക് അനുഭവമുള്ളത് കൊണ്ടാണ്, അല്ല ഞാൻ പറയത്തില്ല. കാരണം സത്യസന്ധമായിട്ട് സത്യം അതിൻ്റെ രീതിയിൽ പഠിപ്പിച്ചു കഴിയുമ്പോൾ അതിനെ അംഗീകരിക്കാൻ കഴിയാതെ വളരെയധികം ശക്തിയോടെ എതിർത്ത സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവരെത്രയാണെന്ന് പറഞ്ഞാൽ ഇത് അംഗീകരിക്കത്തില്ല. കാരണം അവരന്നേരം അതിന് വേറെ ന്യായീകരണങ്ങൾ പറഞ്ഞു പോകും. എന്നാൽ സ്വതന്ത്രമായിരിക്കുന്ന ചിന്താഗതിയോടെ വചനത്തെ വീക്ഷിക്കുന്ന ഒരാൾക്ക് ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അധികം വലിയ പാണ്ഡിത്യമൊന്നിന് വേണ്ട. കല്യാണ സദ്യ നടക്കുന്ന ഭൂമിയിലാണ്. കാരണം വാതിലടച്ചു, മറ്റുള്ളവർ തള്ളപ്പെട്ടവരെ ഒന്ന് തട്ടണമെങ്കിൽ, കഥകൾ കൊട്ടണമെങ്കിൽ ഇതിവിടെ വെച്ച് നടക്കുന്നതെന്നുള്ളത് അതിൻ്റെ യാഥാർത്ഥ്യമാണ്. ഇനി ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠനം പഠിച്ച് എൻ്റെ ഓരോ കാര്യങ്ങളുടെ സന്ദർഭങ്ങൾ സീക്വൻസ് അനുസരിച്ച് പഠിച്ചു വന്ന നിങ്ങൾക്ക് ഇതിനകത്ത് സംശയം ഉണ്ടാകില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം സ്വർഗാസ്വർഗത്തിൽ നിന്ന് വിവാഹം കഴിഞ്ഞ് പ്രത്യക്ഷപ്പെടുന്ന മുതൽ എന്തെല്ലാം സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നതെന്നുള്ളത് ഓരോന്നും അക്കമിട്ട് നിരത്തി ഇതിനകത്ത് തന്നിരിക്കുന്നതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്നവർക്ക്, ഇത് മുഴുവനായി കേൾക്കുന്നവർക്ക് ഒരു ഭാഗം മാത്രം പഠിച്ചാൽ മനസ്സിലാകത്തില്ല, ഒരു ക്ലാസ് മാത്രം കേട്ടാൽ മനസ്സിലാകത്തില്ല. പക്ഷെ എന്നാൽ ഈ വെളിപ്പാട് പുസ്തകം 1 മുതൽ അധ്യായങ്ങളെ അല്ലെങ്കിൽ ഓരോ വിഷയത്തോട് ബന്ധം പഠിപ്പിച്ച കാര്യങ്ങളെ മനസ്സിലാക്കി കേട്ടു പോരാമെങ്കിൽ അവർക്ക് സംശയം ഉണ്ടാകത്തില്ല എന്നുള്ളത് ഞാൻ കർത്താവിൽ ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇപ്പം അതിന് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം കല്യാണ സദ്യ നടക്കുന്ന ഭൂമിയിലാണെന്ന് ഉള്ളതിൻ്റെ തെളിവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ കല്യാണ സദ്യ നടക്കുന്ന സന്ദർഭത്തിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് എന്താണെന്നുള്ളതാണ് തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ കല്യാണ സദ്യ നടക്കുന്ന ഭൂമിയിലാണ്. കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഉണ്ടായിരുന്നു, വിളിക്കപ്പെട്ടവർ അനേകം, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമെന്ന് കർത്താവ് പറഞ്ഞത്
ഇതിനോടുള്ള ബന്ധത്തിലാകുന്നു. അതുകൊണ്ടാണ് ദൂതൻ പറഞ്ഞത് കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ പ്രസവ വേദനയോടുള്ള ആ സമയം അടുക്കുമ്പോൾ ഇടുക്കുവഴിയിലൂടെ കടക്കണം, ഇടുക്കുവാതിലൂടെ കടക്കണം. അന്ന് വളരെ പ്രയാസമുള്ള കാലഘട്ടമാണ്. ഇത് ക്രിസ്തുവിന്റെ വണ്ണം കഴിഞ്ഞ ശേഷമായി കർത്താവ് വൃതന്മാർ നിമിത്തം നാളുകളെ ചുരുക്കി വരുന്നത് ഇടുക്കുവാതിലൂടെ കടക്കുവാൻ ആർക്ക് സാധിക്കാത്ത വിധത്തിൽ വല്ലാതൊരു ദുഷ്കാലമായി, വല്ലാത്തൊരു ദുരിതത്തിന്റെ കാലമായി, പ്രശ്നത്തിന്റെ കാലമായി മാറുമ്പോഴാണ് കർത്താവ് നാളെ ചുരുക്കി കർത്താവ് പ്രത്യക്ഷപ്പെട്ട് നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അപ്പോൾ അത് കല്യാണസദ്യ നടക്കുന്നതിനുള്ള ബന്ധത്തിൽ എന്ത് സംഭവിക്കുന്നു, കല്യാണശാലയ്ക്ക് എന്താണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ചും അവിടെ ആരൊക്കെ ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ചുമാണ് തുടർന്ന് നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ അതിനുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് ഈ ഇതിനോടുള്ള ബന്ധത്തിൽ, ഇതിനൊരു വിവാഹ സദ്യയോടുള്ള ബന്ധത്തിൽ, കല്യാണ സദ്യയോട് ബന്ധത്തിലായതുകൊണ്ട് മത്തായി സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 1 മുതൽ അതിൻ്റെ 14 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് അതിനുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങളെ വെളിപ്പെടുത്താൻ താല്പര്യപ്പെടുന്നു. അപ്പോൾ ഇത് കല്യാണ സദ്യയോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് മത്തായി സുവിശേഷം 22-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള കാര്യങ്ങൾ. എന്നാൽ ഈ ദാസന്മാരുള്ള ബന്ധത്തിൽ അതിനുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന ഉപമയുണ്ട്. അപ്പോൾ ദാസന്മാരുടെ ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ അത് ദൈവരാജ്യത്തിലുള്ള ബന്ധത്തിൽ ദാസന്മാർ ഓരോ താലന്ത് കൊടുക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അത് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാലത്തോട് ബന്ധം പറഞ്ഞിരിക്കുന്നതാണ്. അത് പറഞ്ഞിരിക്കുന്ന താലന്തിന്റെ ഉപമയാണ്. അത് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അതുപോലെ തന്നെ ദൈവസഭയോടുള്ള ബന്ധത്തിൽ അത് താലന്ത് ലഭിച്ച പ്രത്യേക ദൗത്യം ലഭിച്ചവർക്ക് അവർ നേടുന്നതിനെ കുറിച്ചും നഷ്ടപ്പെടുന്നതിനെ കുറിച്ചും പറഞ്ഞിരിക്കുന്നതാണ് താലന്തിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന ഉപമകൾ. ഈ 2 ഉപമകളെ കുറിച്ച് പഠിക്കുമ്പോൾ, ഒന്ന് കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെടുന്നതിനുള്ള ബന്ധത്തിൽ നമുക്ക് പ്രധാനമായിട്ടും ദൈവസഭയുടെ ശേഷിപ്പിനെ കുറിച്ചും, എന്നാൽ താലന്തിനുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നതിൽ അതിന്റെ പ്രാധാന്യത കൊടുത്തിരിക്കുന്നത് അത് ഇസ്രായേലിനുള്ള ബന്ധത്തിൽ ദാസന്മാരുടെ ബന്ധത്തിലാകുന്നു എന്നുള്ളതും ഈ 2 ഉപമകളുടെ ബന്ധത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ഇത് കല്യാണ സദ്യക്കകത്ത് ആരൊക്കെയാണ് ഭൂമിയിൽ നിന്ന് പ്രവേശിക്കപ്പെടുന്ന വൃതന്മാർ എന്നുള്ളതിന്റെ വ്യക്തത നമുക്ക് ലഭിക്കുകയും അവർക്ക് എന്ത് ലഭിക്കും, അവർക്ക് ലഭിക്കുന്ന സ്ഥാന പദവി എന്താണ് എന്നുള്ളത് നമുക്ക് ഗ്രഹിക്കാം. അതേക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 22-ാം അധ്യായം മത്തായി സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. യേശു പിന്നെയും അവരോട് ഉപമകളായി പ്രസ്താവിച്ചെന്നാൽ സ്വർഗരാജ്യം തൻ്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശ്യം. കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു. അപ്പോൾ അന്നത്തെ സുവിശേഷീകരണം അത് കല്യാണ സദ്യക്ക് വേണ്ടിയുള്ള ക്ഷണമാണ്, അതല്ലാതെ കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് വേണ്ടിയുള്ള ക്ഷണമല്ല. അപ്പോൾ അന്ന് ദാസന്മാരെ അന്ന് സുവിശേഷത്തിന് അയക്കുന്നത് ദൂതൻ വിളിച്ചു പറഞ്ഞത് കല്യാണ സദ്യക്ക് വേണ്ടിയിട്ടാണ്. കുഞ്ഞാണ്ട് സഭ എടുക്കപ്പെട്ട ശേഷം ഒലിവുമരമാകുന്ന തോഴിമാരും എടുക്കപ്പെട്ട ശേഷമായി പിന്നീട് ഈ 2 കാര്യങ്ങളെക്കുറിച്ചും ഇന്ന് നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഇതെല്ലാം പഠിപ്പിക്കും. ഇന്ന് പഠിപ്പിക്കുമ്പോൾ ഇതെല്ലാം പഠിപ്പിക്കും. ഇപ്പോൾ നമ്മൾ മണവാട്ടിയെ കുറിച്ച് പഠിപ്പിക്കും, തോഴിമാരെ കുറിച്ച് പഠിപ്പിക്കും, വ്രതന്മാരാകുന്ന ദൈവസഭയുടെ കൈവിളക്കേന്തിയ കന്യകമാരെ കുറിച്ച് പഠിപ്പിക്കും. പക്ഷെ ഇത് ഓരോന്നും തീർന്നു കഴിയുമ്പോൾ അതിനനുസരിച്ചുള്ള പഠനത്തിലേക്കാണ് പോകുന്നത്. ഈ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷയോടുള്ള ബന്ധത്തിൽ 2ാമത് വരുന്നതിന് മുമ്പായി സ്വർഗം വിളിച്ചു പറഞ്ഞു കല്യാണ സദ്യ നടക്കാൻ പോകുന്നു, അതിൽ ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാരാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അകത്ത് നിൽക്കണമെങ്കിൽ പ്രയാസമുണ്ട്. ആ വൃതന്മാരായ അന്ന് കല്യാണ സദ്യക്ക് വരണമെങ്കിൽ നിൽക്കണമെങ്കിൽ പ്രയാസമുണ്ട്. എടുക്കുവാതിലൂടെ കടക്കണം, പ്രയാസമാണ്, ദുഷ്കരമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ എന്താണ് കല്യാണ സദ്യക്ക് ആർക്കൊക്കെ പ്രവേശിക്കാൻ കഴിയാതിരിക്കുന്നു എന്നതിനെക്കുറിച്ച് കർത്താവ് ഉപമയായിട്ട് ഇവിടെ പ്രസ്താവിച്ചു. അപ്പം നമ്മൾ വിചാരിക്കും ഇത്രയും കോംപ്ലിക്കേറ്റഡായിട്ട് ഇങ്ങനെ കർത്താവ് എന്തിനാ ഇത് എഴുതി വെച്ചിരിക്കുന്നത്, അല്ലേ? ഇത് അവിടെ ഇവിടെയൊക്കെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് എന്തിനാ? അത് ദൈവത്തിന്റെ പരിശുദ്ധമായി തന്നിരിക്കുന്നത് നമ്മളതിനെ യോജിപ്പിച്ചെടുത്ത് പഠിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധമാവിനെ ഭൂമി ഉപദേശിക്കുന്നത്. ഇന്നതോടെ ബന്ധത്തിലാണ് കിടക്കുന്നുള്ളത്. അതിനെ കോർത്തിണക്കി പഠിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവത്തിനാത്മാവ് നമുക്ക് അതിനുള്ള പരിജ്ഞാനം തന്നിരിക്കുന്നത്. 22-ാം അധ്യായം വായിക്കുമ്പോൾ ദാസന്മാരെ പറഞ്ഞയച്ചു, അവർക്കോ വരുവാൻ മനസ്സായില്ല. അപ്പോൾ
പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമൊക്കെ നിന്ന ശേഷമായി മുൻമഴയും പിന്മഴയുടെയും നനവിന്റെ കാലത്തിലൂടെയാണ് അന്ന് ലോകം കടന്നു പോകുന്നത്. നനവ് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ സമയത്ത് അയച്ചു, എൻ്റെ മുത്താഴം ഒരുക്കി തീർന്നു, എൻ്റെ കാളകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും അറുത്തു, എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, കല്യാണത്തിന് വരുവീൻ എന്ന് ക്ഷണിച്ചവരോട് പറയിച്ചു. അവർ അത് കൂട്ടാക്കാതെ ഒരുത്തൻ തൻ്റെ നിലത്തിലേക്കും മറ്റൊരുത്തൻ തൻ്റെ വ്യാപാരത്തിലേക്കും പോയി കളഞ്ഞു. ശേഷമുള്ളവർ അവരുടെ ദാസന്മാരെ പിടിച്ച് അപമാനിച്ച് കൊന്നുകളഞ്ഞു. രാജാവ് കോപിച്ച് സൈന്യങ്ങളെ അയച്ചു ആ കൊലപാതകന്മാരെ മുടിച്ച് അവരുടെ പട്ടണം ചുട്ടുകളഞ്ഞു. പിന്നെ അവൻ ദാസന്മാരുടെ കല്യാണം ഒരുങ്ങിയിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല. കല്യാണം ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കല്യാണം ഒരുങ്ങി, പിന്നെ അവൻ ദാസന്മാരുടെ കല്യാണം ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കല്യാണം ഒരുങ്ങിയിരിക്കുന്നതിൻ്റെ അർത്ഥം കല്യാണ സദ്യ. കല്യാണം കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗമാണ് കല്യാണ സദ്യ. അതുകൊണ്ട് പറയുന്നത് കല്യാണ സദ്യ, കല്യാണം ഒരുങ്ങിയിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ട യോഗ്യരായില്ല. ആകയാൽ വഴിത്തലയ്ക്കൽ ചെന്ന് കാണുന്നവരെയൊക്കെയും കല്യാണത്തിന് വിളിപ്പീൻ എന്ന് പറഞ്ഞു. കല്യാണത്തിന് വിളിപ്പീൻ എന്ന് പറഞ്ഞു. കുഞ്ഞാടിന്റെ മണവാട്ട കല്യാണത്തിലല്ല, നമ്മളെല്ലാം കല്യാണത്തിന് വിളിക്കും എന്ന് പറഞ്ഞാൽ സദ്യക്ക് വേണ്ടി മാത്രമാണ് അങ്ങനെ വിളിക്കാൻ പറ്റത്തില്ല. കല്യാണത്തിന്റെ മണവാളനും മണവാട്ടിയും ഇരിക്കുന്ന ആ സദ്യയുടെ മതത്തിലെ കല്ലല്ലോ ആഹാരം കൊടുക്കാനാണെങ്കിൽ വിളിച്ചാൽ മതി. അങ്ങനെയല്ല, കല്യാണത്തിന് വിളിച്ചോന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എല്ലാവരെയും കല്യാണത്തിനാണ് വിളിക്കുന്നത്. പക്ഷെ ഇവിടെ ഈ ഒരു കല്യാണത്തിന് വിളിച്ചുള്ളൂ എന്ന് പറയുമ്പോൾ അത് മണവാട്ടിയാണെന്ന് ചിന്തിക്കരുത്. ഒരു കല്യാണം ഉണ്ടെങ്കിൽ കല്യാണത്തിന് വിളിക്കുമ്പോൾ അതിനകത്ത് മണവാട്ടിയോട് കൂടി ഇരിക്കാൻ വേണ്ടിയാണോ കല്യാണത്തിൽ എല്ലാവരും ക്ഷണിക്കുന്നത്? അല്ല, അതിന് പദ്ധതിയുള്ളവരെ അതിന് വേണ്ടി വിളിക്കും. കല്യാണ സദ്യ വഴിക്കുള്ളവരെ വിളിക്കും. ഇപ്പൊ കല്യാണത്തിനാണ് എല്ലാവരും വിളിക്കുന്നത്. ഇത് കല്യാണം വിളിച്ചു, കല്യാണ ശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. ഇപ്പൊ കല്യാണശാല അപ്പം വിരുന്നുശാലയായി. ഇപ്പൊ കല്യാണ സദ്യ. അപ്പൊ ഇവിടെ കല്യാണത്തിന് വിളിച്ചെന്ന് പറഞ്ഞ ഒന്നര തന്നെ പോയിന്റ് എടുത്തുകൊണ്ട് വരരുത്. കല്യാണത്തിനല്ലേ ക്ഷണിച്ചിരിക്കുന്നത്, മണവാട്ടിയുടെ കല്യാണമാണ്, അതിനാ വിളിച്ചെന്ന് പറഞ്ഞ് വരരുത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കല്യാണ ശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു എന്നാണ് പറയുന്നത്. വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. ഇപ്പൊ കല്യാണശാല വിരുന്നുശാലയാണത്, ഭൂമി നടക്കുന്ന സംഭവമാണ്. ഇപ്പൊ കല്യാണം എന്ന് പറയും പൊതുവിൽ പറഞ്ഞിരിക്കുന്നു. എല്ലായിടത്തും കല്യാണ സദ്യ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് കല്യാണത്തോട് ബന്ധത്തിൽ പറയുകയാണ്. ദൈവരാജ്യം തൻ്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച അതിൻ്റെ പ്രാരംഭത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവ്. അപ്പം കല്യാണ സദ്യ കഴിച്ചെന്ന് അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് പിന്നീട് കല്യാണ സദ്യ എന്ന് ആവർത്തിക്കാതിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ഏതെങ്കിലും വിധത്തിൽ ഒന്ന് ഡിഫീറ്റ് ചെയ്യണം, തോൽപ്പിക്കണമെന്ന് ചിന്തിക്കുന്നവര് ഒരു വാക്യം എടുത്തു വെച്ചിട്ട് കല്യാണത്തിന് വേണ്ടിയാണ് ക്ഷണിക്കുന്നതെന്ന് ദയവായിട്ട് മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യരുത്. അതുകൊണ്ടാണ് 22-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, സ്വർഗ്ഗരാജൻ തന്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശ്യം. അവിടെ വളരെ വ്യക്തമായിട്ടുള്ള പറഞ്ഞിട്ടുണ്ട്. കല്യാണ സദ്യയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, കുഞ്ഞാടിന്റെ കല്യാണത്തെ കുറിച്ചല്ല എന്നുള്ളത്. ഞാനിതിങ്ങനെ പറയാൻ കാരണം, ഈ വചനത്തെയൊക്കെ വളരെ ശരിക്ക് ആഴമായി ചിന്തിക്കുന്നവരുണ്ട്. ഒരുപാട് പഠനമുള്ളതുകൊണ്ട് ഏതാണ് ശരിയെന്നറിയാൻ വേണ്ടി വളരെയധികം സമയം ചെലവഴിച്ച് ചിന്തിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി ഞാനിത് പറയുന്നത്. കാരണം അവർക്ക് നാളെ സംശയം ഉണ്ടാകാൻ പാടില്ല. അപ്പം അതുകൊണ്ടാണ് ഇത് വായിക്കുമ്പോൾ ഇവിടെ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ടല്ലോ, കല്യാണമായത് മണവാട്ടിയല്ല. അപ്പം അതുകൊണ്ടാണ് ഇതിൻ്റെ പ്രാരംഭത്തിൽ തന്നെ കല്യാണ സദ്യ എന്ന് പറയുന്നത്. ഞാനൊരു ഉദാഹരണമായിട്ട് ഞാൻ പറയാം. നമ്മളൊക്കെ സ്നാനപ്പെടുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാണ് സ്നാനപ്പെടുന്നത് ആണല്ലോ. അങ്ങനെ നമ്മൾ സ്നാനം പിതാവിൻ്റെയും അതാര് പറഞ്ഞതാ? യേശു കർത്താവ് പറഞ്ഞതാ. പക്ഷെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി പഠിക്കാൻ നമ്മൾ കാണുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടു, അതുപോലെ തന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം അത് അന്നേരം തന്നെ അതിനെ ഈ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്തിട്ട് വ്യാഖ്യാനിച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടാൽ മതി, യേശു ക്രിസ്തു നാമത്തിൽ സ്നാനപ്പെട്ടാൽ മതി. അതിൻ്റെ അകത്ത് തന്നെ കൺഫ്യൂഷൻ. യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടണോ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടണോ? പക്ഷേ അത് പൊതുവായിട്ടുള്ളൊരു സ്നാനമോട് വന്നതോടുകൂടി കർത്താവ് പറഞ്ഞ സ്നാനമാണ് നടക്കുന്നത്. അത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവ്, ഞാൻ ഉദാഹരണം എന്ന് പറഞ്ഞതുപോലെ കല്യാണ സദ്യ എന്ന് പറഞ്ഞ ശേഷമായി കല്യാണത്തിൽ ക്ഷണിച്ചെന്ന് പറയുമ്പോൾ അത് കുഞ്ഞാടിന്റെ മണവാട്ടിയോട് ബന്ധപ്പെടുത്തരുത്. ഇത് കേവലം കല്യാണ സദ്യക്ക് വേണ്ടി ക്ഷണിക്കപ്പെട്ടവരാണ്. കാരണം അതിന് തെളിവെന്ന് പറഞ്ഞാൽ പെരുവഴികളിലും ഒക്കെ പോയി കണ്ട ദുഷ്ടന്മാരെ നല്ലവരെ എല്ലാം കൂട്ടിക്കൊണ്ടുവന്ന് ആണോ കുഞ്ഞാടിന്റെ കല്യാണം സ്വർഗാസുഖത്തിൽ നടക്കുന്നത്? ആണോ? മണവാട്ടിയുടെ എണ്ണം തികയാതെ ആണോ കുഞ്ഞാടിന്റെ കല്യാണം നടക്കാൻ പോകുന്നത്? അന്ന് കാണുന്ന എല്ലാവരെയും കൂട്ടിച്ചേർത്താണോ സ്വർഗാസുഖത്തിൽ കൊണ്ടുപോയിട്ടാണോ കല്യാണം നടക്കുന്നത്? അല്ല. കുഞ്ഞാടിന്റെ മണവാട്ടിയുടെ എണ്ണം
കൃത്യമായ എണ്ണം തികഞ്ഞ ശേഷമാണ് മണവാട്ടി സഭ ഇവിടുന്ന് എടുക്കപ്പെടുകയുള്ളൂ. അവിടെ കണ്ടവരെല്ലാം അവിടെ കൂട്ടി ചേർത്തിട്ട് പിന്നെ അവിടുന്ന് കുറേ ആൾക്കാരെ സെലക്ട് ചെയ്തിട്ടല്ല കല്യാണം നടക്കുന്നത്. ഇവിടുന്ന് തികവുള്ളവരെ വെട്ടുകുഴി വെച്ച് തന്നെ കുറവ് തീർത്ത പണിക്കുറ്റം തീർന്നവരെയാണ് ഇവിടുന്ന് എടുക്കുന്നത്. അതുകൊണ്ട് സ്വർഗത്തിൽ കൊണ്ടുപോയി നമ്മളെ പണിയൊന്ന് വിചാരിക്കരുത്. ഭൂമി വെച്ച് തന്നെ പരിശുദ്ധമാവ് നമ്മളെ പണിതുകൊണ്ടിരിക്കുക. ആരും വിചാരിക്കരുത് ശ്വാസം പോയ ശേഷമായിട്ട് കർത്താവ് എന്നെ പണിതെടുത്തോട്ട് മണവാട്ടിയായിട്ടോട്ട് ഇവിടെ ഇഷ്ടം പോലെ ജീവിക്കാന്ന് വിചാരിക്കരുത്. ഭൂമി ജീവിക്കുമ്പോൾ എങ്ങനെ പണിത് അവസാനം ഇവിടുന്ന് നമ്മളെ പാക്ക് ചെയ്ത് അയക്കുന്നു, അതുപോലെ ആയിരിക്കും അവിടെ നിന്ന് തുറക്കപ്പെടുന്നത്. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. ഇവിടുന്ന് പ്രോഡക്റ്റ് ഫിനിഷ് ചെയ്യും. പിന്നെ ഇതിൻ്റെ ഫുൾനെസ് കിട്ടുന്നത് അതിൻ്റെ ലാസ്റ്റിൽ യഥാർത്ഥത്തിൽ പുനരുത്ഥാന തേജസ്സുള്ള ബന്ധത്തിലാണ് ലഭിക്കുന്നത്. പക്ഷെ ഇവിടെ വെച്ച് സകല കുറ്റവും തീർക്കും, പണിക്കുറ്റം മുഴുവൻ തീർക്കും. പരിശുദ്ധാത്മാവിനെ നമ്മളെ കുത്തുപണി ചെയ്തുകൊണ്ടിരിക്കുക, അവൻ്റെ പ്രതിമയാക്കിക്കൊണ്ടിരിക്കുക. അതാണ് മണവാട്ടി എന്നുള്ളത്. അതിൽ നിന്ന് രണ്ടാമത്തെ ഗ്രേഡിലേക്ക് വരുന്നവരാണ് തോഴിമാർ നിലവാരത്തിൽ വരുന്നത്. പിന്നെ വരുന്നതാണ് ഈ പറയുന്ന വൃതന്മാരോടുള്ള ബന്ധത്തിൽ വരുന്നത്. അവരെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് സാധാരണ മനുഷ്യരാണ്, കല്യാണ സദ്യയ്ക്ക് വേണ്ടി ക്ഷണിക്കപ്പെട്ടവരാകുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം കൃത്യതയാണെന്നുള്ളത് മനസ്സിലാക്കിയതുകൊണ്ട് കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്ത് വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു. പക്ഷെ ഇത് ഇങ്ങനെ വായിക്കുമ്പോൾ ഇതിൻ്റെ നമ്മൾ മുമ്പ് പഠിച്ച ഭാഗം പഠിക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ 22-ാം അധ്യായം 1 മുതലുള്ള കാര്യങ്ങൾ വായിക്കുമ്പോൾ അത് വളരെ വ്യക്തമാണ്. ഇതിനകത്ത് മുത്താഴത്തിന് ഒരുങ്ങുകയും മുത്താഴം കല്യാണത്തിന് ക്ഷണിച്ചവരോട് വരുവാൻ പിന്നെയും മറ്റു ദാസന്മാരെ അയച്ചു, എല്ലാം ഒരുങ്ങിയിരിക്കുന്ന കല്യാണത്തെ വരുവീൻ എന്ന് പറഞ്ഞു. ഇവിടെ മുത്താഴം എന്ന് പറഞ്ഞിട്ടുണ്ട്. കല്യാണത്തിന് വേണ്ടി ക്ഷണിച്ചവരെ വിളിക്കേണ്ട ദാസന്മാരെ അയച്ചു, അവർക്ക് വരുവാൻ മനസ്സിലായില്ല. പിന്നെയും മറ്റു ദാസന്മാരെ അയച്ചു, എൻ്റെ മുത്താഴം ഒരുക്കി തീർന്നു, എൻ്റെ കാളകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും അറുത്തു, എല്ലാം ഒരുങ്ങിയിരിക്കുന്ന കല്യാണത്തെ വരുവീൻ എന്ന് ക്ഷണിച്ചവരോട് പറയിച്ചു. അപ്പം കല്യാണം മുത്താഴം ഒരുക്കി. മുത്താഴവും അത്താഴവും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷേ ഇംഗ്ലീഷ് നമ്മൾ നോക്കിയാൽ ബാങ്കറ്റ് എന്നേ പറഞ്ഞിട്ടുള്ളൂ, മുത്താഴം അത്താഴം എന്ന് പറഞ്ഞിട്ടില്ല. മുത്താഴം എന്ന് പറഞ്ഞാൽ അത് ലഞ്ചാണ്, അത്താഴം എന്ന് പറഞ്ഞാൽ അത് ഡിന്നറാണ്. അതായത് പഴമക്കാട് പഴഞ്ചൊല്ലുണ്ട്, മുത്താഴം കഴിഞ്ഞാൽ മുള്ളിന്മേലെങ്കിലും കിടക്കണം, അത്താഴം കഴിഞ്ഞാൽ അരക്കാതെങ്കിലും നടക്കണമെന്ന്. ഒരു പഴമയുണ്ട്, ഒരു ചൊല്ല. മുത്താഴം കഴിഞ്ഞാൽ മുള്ളിന്മേലെങ്കിലും കിടക്കണം, മുള്ളിന്മേലാണെങ്കിലും കിടക്കണം എന്ന് പറഞ്ഞാൽ ലഞ്ച് കഴിഞ്ഞാൽ അല്പസമയം കിടന്ന് വിശ്രമിക്കണം, വിശ്രമിക്കാൻ പറ്റുമെങ്കിൽ കിടക്കണം. എന്നാൽ അത്താഴം കഴിഞ്ഞാൽ അരക്കാതം എന്ന് പറയാം. ഒരു കാതം എന്ന് പറഞ്ഞാൽ ഏകദേശം 10.5 കിലോമീറ്ററാണ്. അപ്പം ഏകദേശം 5.4 കിലോമീറ്റർ അത്താഴം കഴിഞ്ഞ് നടക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം, അരക്കാതം. ഞാനത് മനസ്സിലാക്കി വെച്ചത്. പക്ഷെ അങ്ങനെ നടക്കൂ? നമ്മളെല്ലാവരും രാത്രി ഡിന്നർ കഴിച്ചിട്ട് 5.5 കിലോമീറ്റർ നടക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അത് അവർ ഉദ്ദേശിച്ചത് അത്താഴം കഴിഞ്ഞിട്ട് 5.5 കിലോമീറ്റർ നടക്കണമെന്നല്ല. ലിറ്ററലി മീനിങ്ങിന് എടുക്കരുത്. അതിൻ്റെ കാരണം പറഞ്ഞിരിക്കുന്നത് ഈ 8 മണിക്ക് മുമ്പെങ്കിലും ഡിന്നർ ഫിനിഷ് ചെയ്യണമെന്നാണ്. ഈ 10 മണിക്ക് മുഴുവൻ കഴിച്ചിട്ട് അങ്ങ് കയറി കിടക്കരുതെന്നതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ നേരത്തെ ഡിന്നർ കഴിച്ചിട്ട് ലഞ്ച് കഴിച്ചിട്ട് കിടക്കണം, അല്പസമയം വിശ്രമിക്കണം. ഇത് എല്ലാവരും പ്രാക്ടീസ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. പഴമക്കാട് പഴമൊഴി എന്താണെന്ന് പറയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. മുത്താഴം എന്താണ്, അത്താഴം എന്നു പറയാൻ വേണ്ടി. അല്ലാതെ നാളെ മുതൽ നിങ്ങളെല്ലാവരും ചോണ്ട് കഴിയുമ്പോഴത്തേന് കാണുന്നിടത്തെല്ലാം കിടക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഒരു ശീലമാണ്. എന്ന് പറഞ്ഞാൽ ചില റെസ്റ്റ് എടുക്കണം, വിശ്രമിക്കണം എന്നാണ് പറയുന്നത്. മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നതിന് കാരണം കഴിച്ചു കഴിഞ്ഞിട്ട് കിടക്കരുത്. രാത്രിയിൽ ഇച്ചിരി നേരത്തെ കഴിച്ചോണം. അപ്പം നടക്കുകയും എടുക്കുകയൊക്കെ ചെയ്ത് വാക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും ഉണ്ടെങ്കിൽ ഈ പറയുന്ന അരക്കാതെ നടക്കാനുള്ള സമയമൊക്കെ ഉണ്ടല്ലോ, എന്നിട്ടേ കിടക്കാവുള്ളൂ എന്നതിൻ്റെ അർത്ഥമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ മറ്റൊന്നുമല്ല. പണ്ടൊക്കെ ഒന്ന് നടക്കുമായിരുന്നു, പക്ഷെ ഇപ്പോൾ നടക്കത്തൊന്നുമില്ല. എങ്ങനെ നടക്കാനാണ്? ജോലി കഴിഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നത് 8 മണിക്കായിരിക്കും, അല്ലെങ്കിൽ 7 മണിക്കായിരിക്കും. പിന്നെ ഉച്ചയ്ക്ക് എവിടെ കിടക്കാനാണ്? മുള്ളുമേ തന്നായിരിക്കും ചോറുണ്ടാവും. നടക്കുന്ന കാര്യമാണ്. പണ്ടത്തെ ആ ലൈഫ് സ്റ്റൈൽ അതൊക്കെ പറ്റുമായിരുന്നു. ഇപ്പം ഇതൊന്നും പ്രാവർത്തികമാകത്തില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളെ കൊണ്ടൊന്നും പ്രാവർത്തികമാകുന്നില്ല. ഇപ്പം വൈകിട്ട് വന്നിട്ട് ഇപ്പം 7 മണിക്ക് വരുന്ന ആൾ 8 മണിക്ക് അങ്ങനെ കഴിക്കണം, നടക്കുന്ന പരിപാടി ചിലപ്പോൾ നടക്കത്തില്ല. ഇപ്പം നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വരുന്ന ആൾ 10 മണിക്കാണ് വരുന്നത്. 10 മണിക്ക് ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റുമോ? കഴിക്കണം. അല്ല, ഞാൻ ഇനിയും 3 മണിക്കൂർ മുമ്പേ കഴിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ 1 മണിക്ക് കഴിച്ചാൽ മതിയോ? അങ്ങനെയില്ല. അത് പ്രായോഗികമായിട്ടുള്ള നിലവാരത്തിൽ നമ്മൾ ചിന്തിക്കുക. ഞാനിങ്ങനെ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞു, പണ്ടുണ്ടായിരുന്നതാണ്. ഇപ്പം അത് നമുക്ക് പണ്ടുണ്ടായിരുന്ന എല്ലാം ഇപ്പോൾ അത് പ്രാവർത്തികമാക്കാൻ പറ്റത്തില്ല.
പണ്ടൊക്കെ 3 നേരം പ്രാർത്ഥന ഉണ്ടായിരുന്നു അല്ല, രാവിലെയും വൈകിട്ടൊക്കെ. വൈകിട്ടത്തെ പ്രാർത്ഥന, പ്രഭാത പ്രാർത്ഥന മസ്റ്റായിരുന്നു എല്ലാ കുടുംബങ്ങളിലും അല്ലേ, അങ്ങനെയായിരുന്നു. അപ്പം അങ്ങനെ എത്ര കുടുംബങ്ങൾ രാവിലെ പ്രഭാത പ്രാർത്ഥന നടത്താൻ പറ്റും? സാധിക്കത്തില്ല. കാരണം പലരും പല സമയത്താണ് വന്ന് കിടക്കുന്നത്. രാത്രി നൈറ്റ് ഷിഫ്റ്റും കഴിഞ്ഞ് ഒരാൾ വന്ന് കിടക്കുമ്പോൾ രാവിലെ 5:30 എഴുന്നേറ്റ് തട്ടി എഴുന്നേറ്റ് പ്രഭാത പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അങ്ങനെ ചെയ്താൽ അവർ വീട് വിട്ടു പോകും. സാധിക്കത്തില്ലെന്ന് പറയും. ഞാൻ പറഞ്ഞത് പ്രായോഗികമായിട്ട് കാര്യമാണ്. പണ്ട് ഞങ്ങളുടെ വീട്ടിലെല്ലാവരും രാവിലെ എഴുന്നേറ്റ് 5 മണിക്ക് പ്രാർത്ഥിക്കുമായിരുന്നു, കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അതുപോലെ പ്രാർത്ഥിക്കണമെന്ന് വീട്ടിൽ സ്ട്രിക്റ്റ് എടുക്കാൻ പറ്റുമോ? നമ്മുടെ സമയം മാറിപ്പോയി, ജീവിതത്തിൻ്റെ ശൈലി മാറിപ്പോയി, മാറ്റങ്ങൾ സംഭവിച്ചു, ഭക്ഷണത്തിൻ്റെ സമയം മാറ്റം സംഭവിച്ചു. അതുകൊണ്ട് പഴഞ്ചൊല്ലുകളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ പ്രാവർത്തികമാകത്തില്ല. പറ്റുന്നവർ ചെയ്യുക, പറ്റാത്തവരതനുസരിച്ച് ചെയ്യുക. പക്ഷേ ഇതൊക്കെ എൻ്റെ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇത്രയും സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി. ലഞ്ച് കഴിഞ്ഞിട്ട് അല്പസമയം വിശ്രമിക്കുക, ആഹാരം കഴിച്ച് കഴിഞ്ഞിട്ട് ഡിന്നർ കഴിക്കുന്നതിന് മുമ്പായിട്ട് അല്പസമയം നടക്കുക, അല്ലെങ്കിൽ ആക്ടിവിറ്റി ചെയ്യുക. അതിനുശേഷമേ കിടക്കാവുള്ളൂ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം ലഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് സമയമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ പെട്ടെന്ന് ചാടിപ്പോയി പണിയൊന്നും ചെയ്യേണ്ട, അല്പസമയം വിശ്രമിച്ച ശേഷം ഇതൊന്ന് ദഹിക്കാനുള്ള സമയം കൊടുത്തു കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് നീ അത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അല്പസമയം റെസ്റ്റ് എടുത്ത ശേഷം ബാക്കി കാര്യം ചെയ്യുക. പക്ഷേ രാത്രിയിലും സമയം കൊടുക്കണം, നേരത്തെ കഴിക്കണം എന്നതിൻ്റെ അർത്ഥമുള്ളൂ. അതൊരിക്കലും ആപ്ലിക്കബിൾ അല്ല. ഞാൻ പറഞ്ഞല്ലോ, പണ്ട് സ്ട്രിക്റ്റായിട്ട് പ്രാർത്ഥിച്ച ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ രാവിലെ പ്രഭാത പ്രാർത്ഥന നടത്തിയതാണെന്ന് പറഞ്ഞുകൊണ്ട് എത്ര പേരുടെ വീട്ടിൽ നിന്ന് പ്രഭാത പ്രാർത്ഥന നടത്താൻ പറ്റും? 5:30. പ്രസംഗിക്കുന്നവർക്ക് പ്രസംഗിക്കാം, പ്രസംഗിക്കുന്നവർക്ക് പറയാം, പക്ഷെ പ്രായോഗികമല്ല. ഞാൻ യാഥാർത്ഥ്യമാണ് പറഞ്ഞത്. നമ്മൾ അങ്ങനെ സ്ട്രിക്റ്റായിട്ട് 5:30 പണ്ടൊരു സമയമുണ്ടായിരുന്നു. അന്ന് എല്ലാവരും വീട്ടിൽ ഒരുപോലെ നിൽക്കുകയും ഒരുപോലെ കിടക്കുകയും ഒരുപോലെ എഴുന്നേൽക്കുകയും ചെയ്യുന്ന കാലഘട്ടമായിരുന്നു. പക്ഷെ ഇന്ന് അതിൻ്റെ സമയം മാറി, ഇന്ന് ലൈഫ് സ്റ്റൈൽ മാറി. ഇന്ന് രാത്രി പോലും പണിശാലകളായി, പണിയുന്ന സ്ഥലങ്ങളായി മാറി. അപ്പം അതനുസരിച്ചുള്ള മാറ്റം വന്നു. പ്രാർത്ഥിക്കേണ്ടതല്ല ഞാൻ പറഞ്ഞത്. പണ്ടത്തെ കാര്യങ്ങളൊന്നും ഇപ്പോൾ നമ്മൾ ശടിക്കരുത്, പിടിച്ചാൽ നടക്കത്തില്ല എന്നുള്ളത് ഞാൻ ഓർപ്പിക്കുകയാണ്. ഇപ്പോൾ ഈ മുത്താഴം പറഞ്ഞപ്പോഴാണ് എന്താണെന്ന് പറഞ്ഞത്. അപ്പോൾ മുത്താഴവും ഒരുക്കുന്നതിൻ്റെ അർത്ഥം ഞാൻ ലഞ്ചല്ല ഒരുക്കുന്നത്, സാധാരണ ലഞ്ചാണ് ഒരുക്കുന്നത്. പക്ഷെ അത് ഈ ലഞ്ച് അവസാനം എത്തുന്ന അത്താഴത്തിലേക്ക് എത്തുന്നത്. ഇപ്പോൾ മുത്താഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ, പക്ഷേ ഇംഗ്ലീഷിനകത്ത് ബാങ്കറ്റ് എന്ന് എഴുതിയിട്ടുള്ളൂ, തമിഴിൻ്റെ അകത്ത് എന്തായാലും എനിക്ക് എഴുതത്തില്ല. പക്ഷെ മലയാളത്തിലുള്ള അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. മുത്താഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം അത് ലഞ്ചിനെ കുറിച്ച് പറയുന്നു. അത്താഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിന്നറിനെ കുറിച്ചാണ് പറയുന്നത്. മുത്താഴം എന്ന് പറഞ്ഞാൽ അവസാന ഭക്ഷണത്തിന് മുമ്പ് കഴിക്കുന്ന പ്രധാന ഭക്ഷണത്തെയാണ് മുത്താഴം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം അതിൻ്റെ അത്രയും ഇത് കർത്താവ് പറയുന്ന ഉപമ അത്രയും വർഷം മുമ്പ് പറഞ്ഞപ്പോൾ അന്നത്തെ കാലത്തുള്ള ബന്ധത്തിൽ അതിനെ പറയുമ്പോൾ ഇന്നും അതിൻ്റെ പ്രസക്തിയുണ്ട്. അതിൻ്റെ യഥാർത്ഥമായ കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കണം എന്നുള്ളത് ഓർപ്പിക്കുന്നു. ഞാൻ പറഞ്ഞത്, ഇവിടെ മുത്താഴം ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കർത്താവ് അവരോട് പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് കല്യാണ സദ്യയ്ക്ക് വേണ്ടിയാണ് ക്ഷണിച്ചിരിക്കുന്നത്. പക്ഷെ അവർക്ക് വന്നു ചേരാനായിട്ട് പറ്റുന്നില്ല. പലതിനും പറഞ്ഞ് പല ഒഴിവൊഴികൾ പറഞ്ഞ് ഓരോരുത്തരും ഓരോ സ്ഥലത്തേക്ക് പോവുകയാണ്. മനസ്സായില്ല, മറ്റു ദാസന്മാരെ അയച്ചു. എൻ്റെ മുത്താഴം ഒരുക്കിയിരിക്കുന്നു, ഒരുക്കി തീർന്നു. എൻ്റെ കാളകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും അറുത്തു, എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, കല്യാണത്തിന് വരുവിരുന്ന് ക്ഷണിച്ചവരോട് പറയിച്ചു. അവർ അത് കൂട്ടാക്കാതെ ഒരുത്തൻ തൻ്റെ നിലത്തിലേക്കും മറ്റൊരുത്തൻ തൻ്റെ വ്യാപാരത്തിനും പൊയ്ക്കളഞ്ഞു. ഇതിവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഈ ഉച്ചയ്ക്കുള്ള ഇതിനാ വിളിച്ചെങ്കിൽ പോലും അവർ ആ സമയത്ത് പല കാര്യങ്ങൾ പറഞ്ഞ് പോകുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ കല്യാണത്തിൻ്റെ അത്താഴമാണ് നടക്കുന്നത്, രാത്രിയിലാണ് നടക്കുന്നത്. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കി. പക്ഷെ ഇവിടെ ഈ പറഞ്ഞു വരുമ്പോൾ ഈ പണിക്ക് പോകുന്നതിനെക്കുറിച്ച്, ഒഴിവ് പറഞ്ഞു പോകുന്നതിനെക്കുറിച്ച് കാണിക്കാൻ വേണ്ടിയാണ്. ഇപ്പം രാത്രിയിലാണ് നടക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫ്രീ ആണ്, വരാൻ പറ്റും. ഈ ഒഴിവ് പറയാൻ പറ്റത്തില്ല. അവനോട് മുത്താഴത്തിനെ വിളിക്കുന്നത്, മുത്താഴത്തെന്ന് പറയുമ്പോൾ ലഞ്ചിന് വേണ്ടി വിളിക്കുമ്പോൾ അവർ പറയാം പകൽ ഞങ്ങൾക്ക് പണിയൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് അത് വെളിപ്പെടുത്താൻ വേണ്ടി. അതിൻ്റെ അർത്ഥം മനസ്സില്ലായ്മയെ കാണിക്കാൻ വേണ്ടിയാണ് അവിടെ മുത്താഴം എന്ന് പറഞ്ഞിരിക്കുന്നത്. ശേഷമുള്ളവൻ്റെ ദാസന്മാരെ പിടിച്ച് അപമാനിച്ച് കൊന്നുകളഞ്ഞു. ഇങ്ങനെ ഇപ്പോൾ സുവിശേഷം പറയുമ്പോഴും അപമാനവും കൊല്ലാൻ വേണ്ടി വരുന്നതൊക്കെ ഉണ്ടല്ലോ. അന്ന് ഇത് വളരെ കൂടുതലായിരിക്കും. അന്ന് ഇവർ പറയുന്നത് കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യ ഒരുങ്ങാൻ പോവുകയാണ്, അവനും മണവാട്ടിയും ആൾക്കാരെല്ലാം വരും, ഇവിടെ യുദ്ധം നടക്കാൻ പോവുകയാണ്, ശേഷമായി കല്യാണ സദ്യ നടക്കുക. വിഷയങ്ങൾ അവരെന്ന് സുവിശേഷമായിട്ട് ദൈവവേല അവരെ ലോകത്തോട് അറിയിക്കുന്നത്. അന്ന് അവരെ അപമാനിക്കും. ഇവിടെ ഇപ്പം
കല്യാണ സദ്യ നടക്കാൻ പോകുന്നു. ഇപ്പൊ നമ്മളെ അവമാനിക്കുന്നത് എന്താണ്? ഈ പറഞ്ഞൊക്കെ പിന്നെ ദൈവം കല്യാണം കഴിക്കാൻ പോവുകയാ, അല്ലേ? ദൈവം കല്യാണം കഴിക്കാൻ പോവുകയാ, ഇനി ഒരു രാജ്യം വരാൻ പോവുകയാ എന്നൊക്കെ പറഞ്ഞ് അപമാനിക്കും. ഞാൻ പറഞ്ഞത് ഇന്ന് അപമാനമുള്ള അത് വളരെയധികം അപമാനം, കൊന്നുകളയുന്നു. അപമാനിച്ച് കൊന്നുകളഞ്ഞു. രാജാവ് കോപിച്ചു, സൈന്യങ്ങളെ അയച്ച് ആ കൊലപാതകന്മാരെ മുടിച്ച് അവരുടെ പട്ടണം ചുട്ടുകളഞ്ഞു. കർത്താവ് വന്നു കഴിയുമ്പോൾ ഇതെല്ലാം ചെയ്യുന്നത്. കർത്താവ് വന്നു കഴിയുമ്പോൾ അങ്ങനെയുള്ള പട്ടണങ്ങൾ ദൈവം ചുട്ടുകളയും. ആരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച് അവിടെയൊക്കെ ദൈവത്തിന് തീ ഇറക്കി ചുട്ടുകളയും. പിന്നെ അവൻ ദാസന്മാരുടെ കല്യാണം ഒരുങ്ങിയിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല. ആകയാൽ വഴിത്തലക്കൽ ചെന്ന് കാണുന്നവരെയൊക്കെയും കല്യാണത്തിന് വിളിപ്പീനെന്ന് പറഞ്ഞു. ഇവിടെ കല്യാണത്തിന് വിളിക്കുന്ന പറഞ്ഞപ്പോൾ കല്യാണ സദ്യയാണ്. ആരും അതിനെ മിസ്ഇന്റർപ്രറ്റ് ചെയ്യരുത്. ദൈവത്തെ ഓർത്ത് ആ വചനം പറഞ്ഞിരിക്കുന്ന കല്യാണത്തിന് വിളിക്കുന്നതിന് കല്യാണ സദ്യക്ക് വിളിക്കുന്ന ആ ദാസന്മാർ പെരുവഴികളിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്നു. കാണുന്നവരെല്ലാം കൂട്ടിക്കൊണ്ടുവന്നു. ഫൈനൽ സ്റ്റേജാണ്. ദൈവദൂതന്മാരെ അയച്ച് എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരും. കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. വിരുന്നുശാലകൾ നിറഞ്ഞു. കല്യാണം അങ്ങനെ നിറച്ചിട്ട് കർത്താവ് അപ്രത്യക്ഷനായതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കർത്താവ് വീണ്ടും കല്യാണ വിരുന്നുശാലയിലേക്ക് വരുന്നതിനെ കുറിച്ചാണ് തുറന്നു പറഞ്ഞിരിക്കുന്നത്. അപ്പം നിറഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗം കൊണ്ട് വാതിലടച്ചു. അവിടെ നിന്ന് കർത്താവ് അപ്രത്യക്ഷമായി കർമ്മോദ യുദ്ധം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷമായി മടങ്ങി വന്നു. വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്ത് വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യൻ അവിടെ കണ്ടു. സ്നേഹിത, നീ കല്യാണ വസ്ത്രം ഇല്ലാതെ ഇവിടെ അകത്ത് വന്നത് എങ്ങനെ എന്ന് ചോദിച്ചു. എന്നാൽ അവന് വാക്കുമുട്ടിപ്പോയി. രാജാവ് ശുശ്രൂഷകരോട് ഇവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളവി, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്ന് പറഞ്ഞു. വിളിക്കപ്പെട്ട അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരെ ചുരുക്കം. അപ്പോൾ കല്യാണ വിരുന്നുശാലയുള്ള ബന്ധത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവും അവരോട് കൂടെ പോയവരും മടങ്ങി വന്നു കഴിയുമ്പോൾ ഇവിടെ കല്യാണത്തിന് വേണ്ടി ക്ഷണിക്കപ്പെട്ട വൃതന്മാരും അവരൊരുക്കപ്പെടുള്ളവരാ. അവരവിടുന്ന് ഒരുങ്ങി വന്നവരാ. അവരെ കല്യാണ വസ്ത്രത്തിനുള്ള ഒരുക്കത്തോടുകൂടി മണവാളിനെ സ്വീകരിച്ചവരാ. എന്നാൽ കണ്ടവരായിട്ടുള്ളവർ അവർക്ക് ഒരു ഭാഗ്യപദവി ലഭിക്കുക ലാസ്റ്റ് സമയത്ത് ഒരു അവകാശം ഒരു സത്യം പറഞ്ഞാൽ ഒരു സമയം കിട്ടുകയാണ്. അത് ഈ സമയം കിട്ടിയാൽ പോലും ഈ ദുഷ്ടൻ നീതി പഠിക്കുകയില്ലെന്നാണ് പറയുന്നത്. കൃപ കാണിച്ചാൽ പോലും ദുഷ്ടൻ അത് നീതി പഠിക്കുകയില്ല, നീതിയാണ് മനസ്സിലാകത്തില്ല. ഇങ്ങനെ കൂട്ടിക്കൊണ്ടപ്പം ഇതിനകത്ത് മടിയന്മാരായിട്ടുള്ളവരുണ്ട്, വസ്ത്രം ധരിക്കാത്ത അശുദ്ധന്മാരായിട്ടുള്ളവരുണ്ട്. കണ്ടവരും എല്ലാവരും അങ്ങനെയാണ് വന്നത്, അല്ലെങ്കിൽ ഇതിനകത്ത് വരത്തില്ല. കർത്താവ് തന്നെ കൂട്ടിക്കൊണ്ടുവന്ന ദൂതന്മാരെ കൂട്ടിക്കൊണ്ടുവന്നത് വൃതന്മാരെ മാത്രമേ കൊണ്ടുവന്നുള്ളൂ. കൊയ്ത്ത് നടക്കുന്ന സമയത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു. അപ്പം ഈ കൊയ്ത്ത് സമയത്ത് ഒരു മടിയന്മാരും വന്നിട്ടില്ല, ഒരു അശുദ്ധനും വന്നിട്ടില്ല. അവിടെ വന്ന് പ്രവേശിച്ച മുഴുവൻ ആരാ? ഒരുക്കമുള്ള വൃതന്മാരാ. ഇസ്രായേലിലെ വൃതന്മാരും അതുപോലെ തന്നെ അത്യാകുന്ന ഇസ്രായേലിലെ വൃതന്മാരും കൈവിളക്കേന്തിയ ബുദ്ധിയുള്ള കന്യകമാരും പ്രവേശിച്ചത്. പക്ഷേ അവരുടെ എണ്ണം നോക്കുമ്പോൾ പകുതിയേ നിറഞ്ഞിട്ടുള്ളൂ, പകുതിയില്ല. 10ൽ 5 എന്ന് പറഞ്ഞാൽ ഒരുങ്ങുന്നവരിൽ വിളിച്ചവരിൽ ക്ഷണിക്കപ്പെട്ടവരിൽ പകുതിയേ ഉള്ളൂ. വീണ്ടും പോകാതെ നിറയാതിരിക്കാൻ അത് പോകാതിരിക്കാൻ വേണ്ടിയാണ് കർത്താവ് നാളുകളെ ചുരുക്കി വരുന്നത്. അപ്പോൾ അവരാണ് ആദ്യം പ്രവേശിച്ചത്. ഈ രണ്ടാമത് ഇത് നിറയാത്തത് കൊണ്ട് പ്രവേശിക്കുന്നത് പറഞ്ഞാൽ അതിനകത്ത് പ്രത്യേക സെലക്ഷൻ ഒന്നുമില്ല, അവിടെ തിരഞ്ഞെടുപ്പൊന്നുമില്ല. എല്ലാറ്റിനെയും അകത്ത് കയറ്റിയാണ് വിളിച്ച്, കണ്ടവരെല്ലാം വിളിച്ച് കയറ്റി. എത്ര എണ്ണം നിറയുമോ അത്ര എണ്ണത്തിനകത്ത് കയറ്റി കഥ അടച്ചു എന്ന് പറഞ്ഞാൽ. പിന്നെ അവിടെ കല്യാണത്തിന് ഒരുക്കം നടക്കുമ്പോൾ ഈ കല്യാണ വസ്ത്രം ധരിച്ച എന്ന് പറഞ്ഞാൽ അർത്ഥം യോഗ്യരായിട്ട് നിൽക്കുന്നവരോടെ ഉണ്ട്. ഇവിടെ ഈ സമയത്ത് ഇതിനുള്ള സമയമുണ്ട്. ഞാൻ പറയട്ടെ, ഒരു കല്യാണ സദ്യക്ക് നമ്മൾ ചെന്ന് കയറി അവിടെ വന്നവരെല്ലാം ഡീസൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇനി നമ്മൾ അബദ്ധത്തിൽ ചെന്ന് കയറിയിരിക്കട്ടെ, നിങ്ങളെല്ലാം നല്ലൊരു കല്യാണം നടത്തിക്കൊണ്ടിരിക്കും, ഞാൻ അവിടെ അബദ്ധത്തിൽ വന്ന് കയറിയിരിക്കട്ടെ. അപ്പം എനിക്ക് അല്പമെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ വസ്ത്രമൊക്കെ നോക്കത്തില്ലേ, എനിക്കൊരു പരിങ്ങളുണ്ടാകത്തില്ലേ, ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ലേ? നിശ്ചയമായിട്ടും എല്ലാവരും നല്ല സൂട്ടും കോട്ടും എല്ലാം നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ഇടയ്ക്ക് ഞാനൊരു ലുങ്കിയൊക്കെ കൊടുത്ത് അവിടെ കയറി വരികയാണ്. അബദ്ധത്തിൽ വന്ന് കയറിയതാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും കല്യാണ സദ്യക്ക് വേണ്ടി വരുമെന്നൊരു പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ നിർബന്ധിച്ച് നമ്മളെ അകത്ത് തള്ളി കയറ്റിയതാണ്. പക്ഷെ അവിടെ വന്നു കഴിയുമ്പോൾ നമുക്കൊരു ചമ്മലുണ്ടാകും, ഒരു പ്രയാസം ഉണ്ടാകും. അയ്യോ, ഞാൻ അകത്ത് വന്നു പോയല്ലോ.
അങ്ങനെയല്ലേ? ഒരുമാതിരി മര്യാദ ഉള്ളവനും മനസാക്ഷിച്ചുള്ളവനും അത് തോന്നും. അപ്പോൾ അവൻ അതിനെ മാറ്റാൻ, അവൻ പരിവപ്പെടാനുള്ള ഒരു സമയം അവന് ലഭിക്കുക. ഇതിനകത്ത് ഇപ്പം ആ സമയത്തും അവൻ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അവസരം കിട്ടുന്നു അല്ലേ? കല്യാണ സദ്യക്കകത്ത് യാദൃശ്ചിയാൽ അവരൊരു അവസരം കിട്ടിയതാ. പക്ഷെ അവിടെ കയറിയിട്ട് പോലും അതിൻ്റെ അത് കയറിയ പലരും അതിനനുസരിച്ച് അനുയോജ്യമായ രീതിയിൽ അതിനോട് താതാത്മ്യപ്പെടാൻ വേണ്ടി അവർ ഒരുങ്ങി, മനസ്സോട് ഒരുങ്ങി. കല്യാണ വസ്ത്രം കൊടുക്കാന്ന് ഞാൻ അവിടെ അത് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത് ധരിക്കാം. അതിനോട് എന്താ പറഞ്ഞാൽ അർത്ഥം അവന് ഒരുക്കപ്പെടാം. ആ സാഹചര്യത്തിനനുസരിച്ച് ആ അവിടെ ആ വൃതന്മാരായിട്ടുള്ളവരുടെ ആ സദസ്സിൽ വന്നിരിക്കുന്ന വിരുന്നുകാർ, അവരെ സദസ്സിൽ ഉൾപ്പെടുന്ന അവിടെ മറ്റു വിശുദ്ധന്മാരാരുമില്ല. ഈ ചേർക്കപ്പെട്ടിരിക്കുന്ന വൃതന്മാരെ അന്ന് അവരുടെ നിലവാരത്തിലേക്ക് അവരെ വിളിച്ചു കയറ്റുമ്പോൾ അവർക്കൊരു സ്റ്റാൻഡേർഡുണ്ട്. അതനുസരിച്ച് ഒരുങ്ങാനുള്ള സാഹചര്യം കിട്ടിയിട്ടും ഇത്രയും സംഭവം നടന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഇവിടെ കല്യാണോത്സവം എന്ന് പറഞ്ഞാൽ അതാണ്. ഇവിടെ പ്രത്യേക വസ്ത്രമല്ല ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിക്കാനുള്ളൊരു യോഗ്യത, കുളിക്കുകയും നനയ്ക്കുകയും ചെയ്യാത്ത കണ്ടവനായിരിക്കുന്ന എല്ലാവരെയും പിടിച്ച് അകത്ത് കയറ്റി കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ആ കയറുന്നവൻ ഒരു ഇച്ചരെയെങ്കിലും ഉള്ളിൻ്റെ അകത്ത് ഒരു ഉൾബോധം ഉണ്ടെങ്കിൽ അവൻ മറ്റുള്ളവരെ പോലെ അവൻ ഒരുങ്ങത്തില്ലേ? എവിടെയാ കുളിക്കുന്നത്, എവിടെയാണ് നനയ്ക്കുന്നത്, എവിടെയാണ് എൻ്റെ വസ്ത്രം എനിക്ക് വേണം, മാറണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഞാൻ ഒരിക്കലും ഒരു ഒറ്റപ്പെട്ടവനായി മാറാൻ പാടില്ല. എനിക്കും ഈ സന്ദർഭത്തിനനുസരിച്ച് ഒരുങ്ങണം എന്നുള്ള ചിന്താഗതി ഉണ്ടാകണമെങ്കിൽ അവൻ ആ മനസാക്ഷിയുള്ളവനെ പറ്റുള്ളൂ. അങ്ങനെ അതിൻ്റെ അകത്ത് കയറുന്ന പലരും ഒരുങ്ങും, എന്നാൽ എല്ലാവരും അത് ഒരുങ്ങാതെ ഈ സുബോധമില്ലാത്ത അവസ്ഥയിൽ കയറപ്പെട്ടവൻ അവനിതൊന്നും മനസ്സിലാകത്തില്ല. അതാണ് അവിടെ പറയുന്നത്. കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു. ഒരു മനുഷ്യൻ കണ്ടെന്ന് അതിനർത്ഥം ഇങ്ങനെയുള്ള നിലവാരത്തിൽ അവിടെ സാഹചര്യങ്ങൾ, ഇപ്പം കാര്യം മനസ്സിലായല്ലോ എന്താണെന്നുള്ളത്. നമുക്ക് ഒരു അബദ്ധത്തിൽ അടുത്ത് കയറി ചെന്നാലും നമ്മൾ അവിടെ അന്നേരം തന്നെ ഒരു പരിങ്ങിയിട്ട് എങ്ങനെ എനിക്കതെന്ന് എൻ്റെ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറി എനിക്ക് അവരെ പോലെ ആകാൻ പറ്റുമെന്ന് ആഗ്രഹങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ അത് അതാണ് ആവശ്യമായിരുന്നത്. പക്ഷെ അവൻ്റെ മെൻറ്റാലിറ്റി, അവൻ്റെ മനസ്സ് മാറിയില്ല എന്നതിനെയാണ് അവൻ കല്യാണ വസ്ത്രം ധരിച്ചിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. അപ്പം സാഹചര്യം കിട്ടിയതാണ്, പക്ഷേ അത് പ്രയോജനപ്പെടുത്തിയില്ല. അല്ലാതെ അവിടെ പോയി പെട്ടെന്ന് സൂട്ടും കോട്ടും ഇട്ട് അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ദൈവം നമുക്കത് മനസ്സിലാകാൻ വേണ്ടി തന്നതാണ്. ഇവരവൃതന്മാരൊക്കെ ഇവർക്കെല്ലാം ഒരേ വസ്ത്രമാണെന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. പക്ഷെ അവരുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തി വെച്ച് നോക്കുമ്പോൾ അവർ വിശുദ്ധന്മാരാണ്. അതിനുള്ള ബന്ധത്തില വസ്ത്രം ധരിച്ചിരിക്കുന്നത്. അല്ല ഈ കണ്ടവരെല്ലാം കയറിയപ്പോൾ പാവികളും ദുഷ്ടന്മാരും എല്ലാവരും ഇതിനകത്തുണ്ട്. ഈ ദുഷ്ടൻ എത്ര എവിടെ കയറിയാലും അവനവിടെ കോമാളിത്തരമേ കാണിക്കുകയുള്ളൂ, വഷളത്തമേ പ്രവർത്തിക്കുകയുള്ളൂ. അടിയന്തരങ്ങളിൽ കോമാളികളായ വഷളന്മാരെന്നാണ് വയ്ക്കുന്നത്. അടിയന്തരങ്ങളിൽ കോമാളികളാകുന്ന വഷളന്മാർ. പക്ഷെ നമുക്കടുത്ത് ചില നമ്മുടെ അടിയന്തരങ്ങൾ നമ്മുടെയുള്ള പ്രോഗ്രാമുകളൊന്നും വിശുദ്ധന്മാരിനകത്ത് വലിയ കോമാളിത്തരം കാണിക്കുക, കാരണം സുബോധമുള്ളവരെ ഉള്ളതുകൊണ്ട്. പക്ഷെ അടിയന്തരങ്ങളിൽ കോമാളികളുണ്ട്, ഒരു വഷളന്മാർ. അപ്പം അങ്ങനെയുള്ളവരാണ് ഇതിനകത്ത് വഷളത്തെ കാണിക്കുന്നത്. അവരിനകത്ത് ജോക്കും പറഞ്ഞ് തമാശയും പറഞ്ഞ് അവിടെ നിൽക്കുക. പക്ഷേ രാജാവ് അകത്ത് വന്നു. അവനകത്ത് വന്നപ്പോൾ കണ്ടത് കല്യാണ വസ്ത്രം ധരിക്കാത്തവരവനെ കണ്ടു. ഒറ്റ ആൾ മാത്രമല്ല, ഒരു ഗ്രൂപ്പിനെ കണ്ടു, കുറെ ആൾക്കാരെ കണ്ടു. അപ്പോൾ തന്നെ ചോദിക്കുകയാണ്, അവനെ വിളിക്കുന്നത്, ശ്രീകത, നീ കല്യാണ വസ്ത്രം ധരിക്കാതെ ഇല്ലാതെ ഇവിടെ അകത്ത് വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. അവൻ ചോദിക്കുന്നതാ, നീ ഇത് അകത്ത് വരണമെങ്കിൽ നീ യോഗ്യനായിരിക്കണമായിരുന്നു. പക്ഷേ ഇപ്പൊ ഇവന് പറയാം, എന്നെ കൂട്ടിക്കൊണ്ട് വന്നതാ, അറിയാതെ കൂട്ടിക്കൊണ്ട് വന്നത്. ഞാൻ അതിനകത്ത് ഭാഗമൊന്നും ഇല്ലായിരുന്നു. വഴി നിന്ന് പിന്നെ തള്ളി വിളിച്ച് അത് കയറ്റിയതാ അവന് പറയാമായിരുന്നു. പക്ഷെ അവനെ കയറിയതുപോലെ തന്നെ അവൻ നിന്നു. അവന് മാറ്റം സംഭവിച്ചില്ല. രാത്രി ദൂത് കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവര്, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നാം ചെന്ന് ചേരുന്ന സംഘം ഏതാണോ അതിനനുസരിച്ചൊരു മാറ്റം നമുക്ക് ആവശ്യം. നമ്മൾ വരും. പ്രത്യേകിച്ച് അഴുക്കുള്ളവനോടുകൂടെ പോകാൻ പെട്ടെന്ന് അഴുക്കാകാൻ സാധ്യതയാണ്, അല്ലേ? ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടിയാൽ തലമുറകളെല്ലാം വഴിതെറ്റിപ്പോവും, അല്ലേ? അഴുക്കുള്ളവരോട് കൂടിയാൽ പെട്ടെന്ന് അഴുക്കാകും. ലോകത്തിന് പെട്ടെന്ന് സാധിക്കും. എന്നാൽ വിശുദ്ധന്മാരോട് കൂടിയാൽ പെട്ടെന്ന് അങ്ങനെ വിശുദ്ധീകരണം പ്രാപിക്കത്തില്ല. മനസ്സില്ലാത്തതുകൊണ്ടാണ്. സമയം ലഭിച്ചാലും സാധിക്കത്തില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ദൈവസഭ വിശുദ്ധിയുള്ളതാ, കുഞ്ഞാടിന് വേണ്ടി ഒരുങ്ങുന്നവരാ. നമുക്ക് കൃപയാൽ ഇതിൻ്റെ അകത്ത് പ്രവേശിപ്പാൻ ഭാഗ്യമുണ്ടെങ്കിൽ
രാത്രി ഞാൻ ആത്മാവിൽ തൂത് പറയട്ടെ, അവിശേഷ വസ്ത്രം ധരിപ്പാൻ ഞാനും നിങ്ങളും ഒരുങ്ങിക്കൊള്ളണം. അതേ പ്രിയപ്പെട്ടവരെ, കുഞ്ഞാടിന് വേണ്ടി ഒരുങ്ങുന്ന വിശേഷ വസ്ത്രം ധരിപ്പാൻ നമ്മൾ പ്രവേശിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധന്മാരുടെ കൂട്ടായ്മകളാണ്. പക്ഷെ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. അവരെ ദൈവം ചോദ്യം ചെയ്തോളും, ദൈവം അവരെ ശിക്ഷിച്ചോളും. പക്ഷേ നമുക്കൊരു സാഹചര്യം കൃപയാൽ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അവിശേഷ വസ്ത്രം ധരിപ്പാൻ എനിക്കൊരു സാവകാശം ലഭിച്ചുകൊണ്ട്, കർത്താവേ, പരിശുദ്ധാത്മാവേ, എന്നെ ആ വിശേഷ വസ്ത്രം ധരിപ്പാൻ എന്നെ മണവാട്ടിയാക്കി എന്നെ കൂടി എടുക്കാൻ അങ്ങേക്ക് പ്രസാദം തോന്നി സഭയ്ക്കകത്ത് വിളിച്ച് അങ്ങ് കൊണ്ടുവന്നല്ലോ. അതുകൊണ്ട് ഞാൻ യോഗ്യതയൊന്നും ആയിട്ടില്ല, വിളിക്ക് യോഗ്യനുള്ളതൊന്നും ആയിരുന്നില്ല. പക്ഷെ എന്നാൽ കൃപയാൽ എന്നെ നീ വിളിച്ച് ചേർത്തതാ. അതുകൊണ്ട് എനിക്കത് ധരിപ്പാനുള്ള കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ച് ഈ ദിവസം ഒരുക്കപ്പെടണം. എന്നാൽ കല്യാണ വസ്ത്രം ധരിക്കാത്തവൻ, അവന് സാഹചര്യം കിട്ടിയിട്ട് അവനത് ആ സമയത്ത് മാനസാന്തരപ്പെട്ടില്ല. വഷളത്വമായി അവൻ തന്നെ നിന്നു. ജോക്കും പറഞ്ഞ് തമാശം പറഞ്ഞ് ലോകത്തിൽ എങ്ങനെയാണോ അവൻ വെളിയുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതിനകത്ത് ചെയ്ത് കലബലയൊക്കെ ഉണ്ടാക്കി രാജാവായിരിക്കുന്ന ദൈവം കയറി വരുമ്പോൾ തന്നെ രാജാവിൻ്റെ കല്യാണത്തിന് പറ്റിയ ഒരു ഓഡിയൻസ് അല്ല അവിടെയെന്ന് കണ്ടപ്പോൾ ആ കല്യാണ വിരുന്നുശാല ഒരു ന്യായവിധിയുടെ സ്ഥലമാക്കി മാറ്റി. ശ്രദ്ധിക്കണമേ, അത് നിർബന്ധിച്ച് അത് ഏറ്റതാ. പക്ഷേ അത് ന്യായവിധിയുടെ സ്ഥലമാക്കി മാറ്റി ദൈവം. ദൈവത്തിന് ഒരിക്കലും എല്ലാവരുടെയും കൂടി ഇരുന്ന് ആഹാരം കഴിക്കാൻ കഴിയത്തില്ല. പറഞ്ഞല്ലോ, അങ്ങനെയുള്ളവരുടെ കൂടെ ഭക്ഷണം പോലും കഴിക്കരുതെന്ന് പറഞ്ഞില്ല. അതേക്കുറിച്ച് പറഞ്ഞല്ലോ അല്ലേ. എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിലുള്ളവനാണെന്ന് പറഞ്ഞിട്ട് സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുത്തൻ അവൻ ദ്രവ്യാഗ്രഹിക്കുകയോ വാവിഷ്ണക്കാരനോ ഒക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള കൂടെ ആഹാരം കഴിക്കൽ പോലും അരുത് എന്ന് പ്രമാണം തന്നിരിക്കുന്ന വചനപ്രകാരമാണ് ഈ കണ്ട് വന്ന് ചേർന്നവനായതുകൊണ്ട് അവനെ വിളിച്ചു കയറ്റിയതല്ലേ അവനെ അഡ്ജസ്റ്റ് ചെയ്തേക്കാമെന്നൊന്നും ദൈവം വെക്കത്തില്ല. ഒരഡ്ജസ്റ്റ്മെന്റും കോംപ്രമൈസും ദൈവത്തിനില്ല. ദൈവത്തിന് എപ്പോഴും ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് അത് അവൻ കീപ്പ് ചെയ്യാൻ മാറാത്തവനാ, മാറ്റമില്ലാത്തവനാ. ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു പോകുമല്ലോ എന്ന് കണ്ടുകൊണ്ട് അവരെ അപ്പം അതിനെ സമ്മതിച്ചു കൊടുക്കുകയല്ല ചെയ്തത്. കാരണം പറഞ്ഞിട്ടുണ്ട് ദൈവം എന്ന് പറഞ്ഞാൽ ഭക്ഷണം പോലും കഴിക്കരുതെന്ന്. അതുകൊണ്ടാണ് ഇവിടെ ഒരു ക്ലീനിങ് പ്രോസസ്സ് നടത്തുന്നത്, ഒരു ശുദ്ധീകരണം നടത്തുക. അതെന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അവിടെയുള്ളവരെ അങ്ങനെ വാക്കുമുട്ടിപ്പോയി. അവന് ചോദിച്ചപ്പോൾ അവന് വാക്കുമുട്ടിപ്പോയി, ഒന്നും തിരിച്ചു പറയാൻ കഴിയാത്ത അവസ്ഥയിൽ അവിടെ ചോദിച്ചടാ, നീ ഇത്രയും മണിക്കൂറായല്ലേ ഇവിടെ കയറിയിട്ട്, നിനക്കൊന്നും മുഖമെങ്കിലും ഒന്ന് കഴുകാൻ പറ്റത്തില്ലായിരുന്നു അവിടെ കുഞ്ഞെന്നാ ചോദിച്ചത്. അതുപോലും ചെയ്തില്ല. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകാവുന്ന ഭാഷ പറഞ്ഞതേ ഉള്ളൂ. അവൻ അവിടെയൊന്നും കയറി ഇങ്ങനെ സഭയ്ക്കകത്ത് ആരെങ്കിലുമൊക്കെ വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ സൂക്ഷിച്ചോണം കേട്ടോ. ദൈവസഭ എന്നുള്ളത് നിന്റെ യോക്ക് പറയാനോ കളിതമാശ നടത്താനുള്ള സ്ഥലമല്ല ദൈവസഭ. അത് ശുദ്ധീകരണ സ്ഥലമാണ്. ഇപ്പം കണക്ക് ചോദിക്കില്ല വിചാരിക്കരുത്, പ്രശ്നമൊന്നുമില്ലെന്ന്. മരിച്ചു കഴിയുമ്പോൾ അറിയാം എങ്ങോട്ടാ പോകുന്നുള്ളത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ വേണം ദൈവസഭയ്ക്ക് നിൽക്കാൻ, വിശ്വാസവസ്ത്രം ധരിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ നിലയങ്കി ധരിക്കാനും കല്യാണ വസ്ത്രം ഇങ്ങനെ ധരിക്കാനൊക്കെയുള്ള ഭാഗ്യമുള്ളവർക്ക് ഇതിനകത്ത് ഭാഗ്യമുള്ളത്. അപ്പോൾ നമുക്കറിയാം, വിശേഷ വസ്ത്രം മണവാട്ടിക്കുള്ളതാണ്, നിലയങ്കി എന്നുള്ളത് തോഴന്മാർക്കുള്ളതാണ്. അതിനുശേഷമായി കല്യാണ വസ്ത്രത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് വിരുന്നുകാർക്കുള്ളതാണ്. അപ്പം ഈ വൃതന്മാരായിട്ടുള്ള ഉൾപ്പെടെയുള്ള വിരുന്നുകാർ വരുന്നവർക്കുള്ള സ്വർഗീയദേശത്തിന്റെ വസ്ത്രങ്ങൾ അവർ പുനരുത്ഥാനം പ്രാപിച്ചവരാണ്. അവർക്ക് ലഭിച്ചിരിക്കുന്ന വസ്ത്രം വിശേഷ വസ്ത്രമാണത്. നിലയങ്കിയാണ്, വെള്ള നിലയങ്കി. നിലയങ്കിയല്ല, വെള്ള നിലയങ്കി അവർക്ക് ലഭിച്ചിരിക്കുന്നത്. വെള്ള നിലയങ്കി അവർക്ക് ലഭിച്ചിരിക്കുന്നത് വെള്ള നിലയങ്കിയും അതുപോലെ തന്നെ വിശേഷ വസ്ത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അത് തേജസ്സിന്റെ വസ്ത്രങ്ങളാണ്. അതിലൂടെ കല്യാണ വസ്ത്രം ധരിക്കുന്നത് വൃതന്മാരായിട്ടുള്ളവരും ഈ സ്നേഹതപതിയിൽ എത്തിയവർക്കുമാണ് അതിൻ്റെ പദവി, ആ ഭാഗ്യം ലഭിക്കുന്നത്. അപ്പം അവർക്കത് ഈ വൃതന്മാരായിട്ടുള്ളവരെ കൂടാതെ അവിടെ ചേർക്കപ്പെടുന്നവരെ ഇവിടെ പറഞ്ഞിരിക്കുന്ന യേശു പറഞ്ഞിരിക്കുന്ന വാക്കിൽ നിന്ന് എടുക്കുമ്പോൾ അത് സ്നേഹിത എന്ന് വിളിക്കുന്നതുകൊണ്ടാണ് സ്നേഹിത പദവിയിൽ വിരുന്നുശാലയെ പ്രവേശിക്കപ്പെട്ടവർ എന്ന് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ വിരുന്നുശാലയെ പ്രവേശിക്കുന്ന ആരൊക്കെയാണ് എന്നുള്ളത് വേഗത്തിൽ നിന്ന് പറഞ്ഞിട്ട് വിരുന്നുശാലയിൽ തള്ളപ്പെടുന്നവർ ആരൊക്കെയാണെന്നുള്ളത് മനസ്സിലാകാം. നമുക്കറിയാം, കുഞ്ഞാണ്ട് വിരുന്നുശാല നടക്കുമ്പോൾ ആരൊക്കെയുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ ഭർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം, മണവാളൻ്റെ മണവാട്ടിയുണ്ട്. അതുപോലെ തന്നെ അവനോട് കൂടെ വന്ന പഴയ നിവിശുദ്ധന്മാരുണ്ട്, പുതിയ നിവിശുദ്ധന്മാരുണ്ട്, തേജസ് പ്രാപിച്ച സ്വർഗാസുഖത്തിൽ വന്ന അവരുണ്ട്. അതുപോലെ തന്നെ കർത്താവിൻ്റെ മഹാസൈന്യം അതിൻ്റെ അകത്തുണ്ടായിരിക്കും.
അതോടെ കൂടെ തേജസ് പ്രാപിക്കാത്ത, പുനരുത്ഥാനം പ്രാപിക്കാത്ത, കല്യാണ വസ്ത്രം ധരിച്ച വൃതന്മാരായിട്ടുള്ളവർ അവിടെ പ്രവേശിക്കപ്പെട്ടിരിക്കും. അത് കൂടാതെ സ്നേഹിത പദവിയിലുള്ളവരോട് ഉണ്ടായിരിക്കും. പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സാന്നിധ്യം സ്വർഗാസ്വർഗത്തിൽ ഉണ്ടായിരിക്കും. ഈ കുഞ്ഞാണ്ട് കല്യാണം നടക്കുന്ന സമയത്ത് ഇത്രയുമാണ് സന്ദർഭമുണ്ട്, ഇത്രയും ആൾക്കാർ അവിടെ ഉള്ളത്. ഈ സ്നേഹിത പദവിയിലുള്ളവരെ അഡീഷണലായിട്ട് അന്ന് പെട്ടെന്ന് ചേർക്കുന്നവരാണ്. അത് അങ്ങനെ ഒരു ചേർപ്പ് മണവാട്ടി സഭയോട് ബന്ധത്തിലില്ല. ഇത് കല്യാണ സദ്യക്ക് വേണ്ടിയുള്ള വിളിച്ചിപ്പെട്ടിരിക്കുന്നവരാണ്. അപ്പോൾ ഇവിടെ ഈ വൃതന്മാരായിട്ടുള്ള പ്രവേശിച്ചു. അത് ബുദ്ധിയുള്ള കന്യകമാരുടെ ബന്ധത്തിൽ, അത്യവിഷയത്തോടെ ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇങ്ങനെ കണ്ടവരെല്ലാം കൂട്ടിക്കൊണ്ടുവന്നതിൻ്റെ അകത്തുനിന്ന് നമുക്ക് കാണാൻ സാധ്യത അവരെ സ്നേഹിത പദവിയിലുള്ളവരാണ്. ഇപ്പോൾ വൃതന്മാര് സ്നേഹിത പദവിയിലുള്ളവർ, ഈ രണ്ട് കൂട്ടരെ കുറിച്ച് മനസ്സിലാക്കിയെങ്കിൽ ഇപ്പൊ ഭൂമിയിൽ അന്ന് കർത്താവ് വരുമ്പോൾ, കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ അന്ന് ഭൂമിയിൽ നിന്ന് കാണുന്നവരെ ആദ്യം ചേർക്കുന്നത് വൃതന്മാരായിട്ടുള്ളവരാണ്. അതിനുശേഷമായി ദൂതന്മാരെ കണ്ടവരെയൊക്കെ കയറ്റി വിരുന്നുശാല നിറച്ചു കഴിയുമ്പോൾ അങ്ങനെ കയറ്റപ്പെടുന്നവരെ നമുക്കിവിടെ അവരെ പേർ വിളിക്കാം സ്നേഹിത പദവിയിൽ വിരുന്നുശാലയിൽ പ്രവേശിപ്പിക്കപ്പെട്ടവർ. അപ്പൊ ഈ വിരുന്നുശാലയിൽ സ്നേഹിത പദവിയിൽ പ്രവേശിക്കപ്പെട്ടവരെ കുറിച്ചാണ് നമ്മളിവിടെ ഇപ്പോൾ മനസ്സിലാക്കി. അപ്പോൾ ഇതിനകത്തുനിന്ന് ഇവർ രണ്ടു കൂട്ടരുണ്ടെന്നുള്ളതിനെ കുറിച്ചും മനസ്സിലാക്കി. അപ്പോൾ ഇനി അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ വിശദീകരിച്ച് പോകേണ്ട ആവശ്യമില്ല. നിങ്ങളത് വായിക്കുമ്പോൾ അത് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതുകൊണ്ട് എൻ്റെ സന്ദർഭം മനസ്സിലായതോട് ബാക്കിയൊക്കെ ഇതിനോടുള്ള ബന്ധത്തിൽ വായിക്കുമ്പോൾ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഞാൻ മുഴുവനും എല്ലാം അതിൻ്റെ അച്ചുംപുള്ളിയൊക്കെ നിരത്തി പോയി പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ സമയം ഒരുപാട് വേണ്ടി വരുമല്ലോ. അതുകൊണ്ട് ഞാൻ വേഗത്തിൽ തന്നെ കല്യാണ സദ്യയുള്ള ബന്ധത്തിൽ പറഞ്ഞ ഉപമ അത് അതിൻ്റെതായിട്ടുള്ള ബന്ധത്തിലാണ്. അതുപോലെ തന്നെ മറ്റൊരു ഉപമ കൂടി നമുക്ക് വായിക്കാം. ആ ഉപമ എന്തെന്നുള്ളത് ഇവിടെ കല്യാണ സദ്യ ക്ഷണിക്കപ്പെട്ടവരുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിച്ചതുപോലെ തന്നെ ഈ 25-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, 25-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, 14-ാമത്തെ വാക്യം പറഞ്ഞിരിക്കുന്നത്, ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ചു, തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവൻ 5 താലന്ത്, ഒരു 2, ഒരുവൻ 1, ഇങ്ങനെ മറ്റൊരുത്തിന്, ഇങ്ങനെ ഓരോരുത്തരും അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്തു. യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്ത് വേറെ 5 താലന്ത് സമ്പാദിച്ചു. അങ്ങനെ തന്നെ 2 താലന്ത് ലഭിച്ചവൻ വേറെ 2 നേടി. 1 ലഭിച്ചവനോ പോയി നിലത്ത് ഒരു കുഴി കുഴിച്ച് യജമാനന്റെ ദ്രവ്യം മറച്ചു വെച്ചു. വളരെ കാലം കഴിഞ്ഞ ശേഷം അദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. അപ്പൊ ഇവിടെ കണക്ക് തീർക്കുന്ന ഒരു രാജാവിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായം ഇതേ കാര്യം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 11 വാക്യങ്ങൾ. അവർ ഇത് കേട്ടുകൊണ്ടിരിക്കും. കർത്താവ് പറഞ്ഞ്, കാണാതെ പോയതിനെ തിരഞ്ഞെടുപ്പാണല്ലോ മനുഷ്യപുത്രൻ വന്ന് പറഞ്ഞപ്പോൾ അവർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യെരൂശലേമിനെ സമീപിക്കാലും ദൈവരാജ്യം ക്ഷണത്തിൽ വെളിപ്പെടുമെന്ന് അവർക്ക് തോന്നുകയാലും അവൻ ഒരു ഉപമയായി അവരോട് പറഞ്ഞത് എന്തെന്നാൽ, കുലീനനായ ഒരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരണമെന്ന് വെച്ച് ദൂരദേശത്തേക്ക് യാത്ര പോയി. അവൻ 10 രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരേണ്ടതിന്. ഇതൊക്കെ നമുക്കറിയാം. കർത്താവിനോട് കൂടെ കുരിശിക്കപ്പെട്ട മനസാന്തരം നീ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ എന്നെ ഓർക്കണമെന്ന് പറഞ്ഞു. കാരണം അവന് മണവാട്ടി സഭയിൽ അംഗമാകാൻ പറ്റത്തില്ല. പക്ഷേ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ അതിന് മുമ്പായി നടക്കുന്ന പുനരുത്ഥാനത്തിൽ അവനും സ്വർഗീയതേജസ്സ് പ്രാപിച്ച് മടങ്ങി വരും. രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ എന്ന് വെച്ച് ദൂരദേശത്തേക്ക് യാത്ര പോയി. ഇത് ഒന്ന് മണവാളനോടുള്ള ബന്ധത്തിൽ, കല്യാണ സദ്യയുള്ള ബന്ധത്തിൽ, ദൈവസഭയുടെ ശേഷിപ്പുള്ള ബന്ധത്തിൽ കർത്താവ് ഉപമ പറഞ്ഞു. ഇവിടെ ഈ താലന്തിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ രാജ്യത്വം പ്രാപിച്ചു വരുന്നുള്ള ബന്ധം പറയും. അപ്പൊ ഇത് ദൈവരാജ്യത്തിൽ രണ്ടും ആപ്ലിക്കബിൾ ആണ്. അവിടെ രണ്ടും ഒരുപോലെ ആയിത്തരും. കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെടുന്നവരും അതുപോലെ തന്നെ ഈ പറയുന്ന രാജ്യത്വം പ്രാപിച്ചു വരുന്നതോട് ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നവരും എല്ലാവരും ഉൾപ്പെടുന്നതാണ് ദൈവരാജ്യം. അതുകൊണ്ടാണ് ഇവിടെ കല്യാണ സദ്യക്ക് വേണ്ടി ക്ഷണിക്കപ്പെട്ടവരാണ് ദൈവസഭയുടെ ശേഷിപ്പിലുള്ളവർ. എത്ര വ്യക്തമായിട്ടാണ് കർത്താവ് ദൂത് പറഞ്ഞിരിക്കുന്ന ഉപമ പറഞ്ഞെന്നറിയാമോ? അതുകൊണ്ട് ഇതിനകത്ത് നടക്കാൻ പോകുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ വ്യക്തത ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് ബുദ്ധിക്ക് തെളിവായി പരിശുദ്ധാത്മാവ് തെളിയിച്ചു തരുന്നുമുണ്ട്, എനിക്കറിയാം. അത് ഇനിയിപ്പം ഈ ഉപമയൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്കത് വളരെ ക്ലിയർ ആകും, മനസ്സിലാകും. എല്ലാ ഉപമയുടെ പുറകെ മറിഞ്ഞിരിക്കുന്ന അർത്ഥം എന്താണെന്ന് അത് മുഴുവനും ഈ പറയുന്ന വെളിപ്പാട് പുസ്തക പഠനത്തോടു കൂടി അതിൻ്റെ ഹിന്റ് മനസ്സിലാക്കി കിട്ടും. വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നോട് ചോദിച്ചാൽ മതി, ചോദിച്ചാൽ മതി. ഇനി ഉപമ എന്താണെന്ന് ചോദിച്ചാൽ എന്നിട്ട് അത് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞല്ലോ,
ഇപ്പോൾ ഉപമകളെക്കുറിച്ച് നമ്മൾ പലതും കേട്ടിട്ടുണ്ടെങ്കിലും വെളിപ്പാട് ദിവസം പഠിക്കുന്നതോട് ബന്ധത്തിൽ ഭാവികാല സംഭവങ്ങളുടെ ബന്ധത്തിൽ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ഓരോ ഉപമയെടുത്ത് പഠിച്ചോ. ദൈവയാത്ര ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന ഉപമ, ഇനി കടലിലിടുന്ന മീൻ വലിയ അതിനെക്കുറിച്ച് പഠിക്കും. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്നിനോടൊന്ന് ബന്ധപ്പെടുത്തി പഠിപ്പിക്കുന്നത് കർത്താവ് പറഞ്ഞത് വെറുതെ അല്ല. നമ്മൾ ഈ അന്ത്യകാല ഈ കർത്താവിന്റെ ലോകാവസാനത്തോട് ബന്ധത്തിൽ മനുഷ്യർ വെളിപ്പെടുന്ന ആളുടെ സംഭവ ബന്ധത്തിൽ കല്യാണ സമിതിയുടെ ബന്ധത്തിലാണ് ഈ ഇവിടെ പറഞ്ഞിരിക്കുന്ന 10 കന്യയുടെ ഉപമ അതിനോടനുബന്ധമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നു. അപ്പോൾ രാജ്യത്വം പ്രാപിച്ചു വരുന്നതോട് ബന്ധത്തിൽ പറയുന്നത് ഇസ്രായേലാണ് രാജാവിനെ കാത്തിരിക്കുന്നത്. ദൈവസഭയുടെ ശേഷം മണവാളനെയും മണവാട്ടിയെയും പരിവാരങ്ങളെ കാത്തിരിക്കുന്നവരാണ്. ഇവിടെ ഇവരോട് ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പം രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരേണ്ടതിന് അപ്പം വന്ന് വെച്ച് ദൂരദേശത്തേക്ക് പോയി അവൻ 10 ദാസന്മാരെ വിളിച്ച് അവർക്ക് 10 റാത്തൽ വെള്ളി കൊടുത്തു. 10 ദാസന്മാരെ വിളിച്ചതിൻ്റെ അർത്ഥം ഈ പറയുന്ന 10 ദാസന്മാരെ വിളിച്ചൊരു 10 കന്യകമാരുടെ ഉപമയല്ലേ മണവാട്ടി സഭയുടെ ബന്ധത്തിൽ പറഞ്ഞത് ആണല്ലോ. അപ്പം ഇവിടെയും 10 ദാസന്മാരെ വിളിച്ചെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇസ്രായേലുള്ള ബന്ധത്തിൽ 10 പേരെ വിളിച്ചതിൻ്റെ അർത്ഥം 10 പേരെ ഒരു ഉപമ പറയുകയാണ്. കല്യാണ സദ്യയോട് ബന്ധം കന്യകമാരോട് ബന്ധം പറഞ്ഞ് 10 കന്യകമാരെന്ന് പറയുന്നത്. ഇവിടെ 10 ദാസന്മാർ 10 ദാസന്മാരെ വിളിച്ച്, അല്ലാതെ ഇതിന് വേറെ 10 കൽപ്പനയാണെന്നോ പുതിയ നിയമമാണെന്നോ പഴയ നിയമമാണെന്നോ ഒന്നും പഠിപ്പിക്കേണ്ടത്. അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. 10 ദാസൻ. അപ്പം 10 കന്യകമാർക്ക് പകരമായിട്ട് 10 ദാസന്മാരുടെ ബന്ധത്തിൽ പറയുകയാണ്. 10 ദാസന്മാരെ വിളിച്ച് അവർക്ക് 10 റാത്തിൽ വെള്ളി കൊടുത്തു. ഞാൻ വരുവോളം വ്യാപാരം ചെയ്തുകൊള്ളുവിനെന്ന് അവരോട് പറഞ്ഞു. അവന്റെ പൗരന്മാരോ അവനെ പകച്ച് അവന്റെ പിന്നാലെ പ്രതിനിധികളെ അയച്ച് അവൻ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് ഞങ്ങൾക്ക് സമ്മതമല്ല എന്ന് ബോധിപ്പിച്ചു. ഇതിൽ എന്ന് നടക്കുന്നത് യേശുവിനെ രാജാവായിട്ട് അവർ അംഗീകരിച്ചിട്ടില്ല. പക്ഷേ കർത്താവ് ഇത് കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത്. വെള്ളി എന്നുള്ളത് പ്രബോധനമാണ്. നല്ല പ്രബോധനം കൊടുത്തിട്ടാണ് പോയത്. ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. വെള്ളി പ്രബോധനത്തോട് ബന്ധത്തിൽ നിൽക്കുന്നത്. ദൈവം ഇവരെ പ്രബോധിപ്പിച്ച് അവിടെ വന്ന് പ്രസംഗിച്ച് പ്രബോധിപ്പിച്ചല്ലോ യഥാർത്ഥത്തിൽ ഞാൻ ആ മശിയ എന്നുള്ളത്. പക്ഷെ അവർക്ക് മനസ്സിലായിട്ടില്ല, ആ പ്രബോധനം മനസ്സിലായില്ല. 10 താലന്ത് ഉപയോഗിച്ചു. അപ്പോൾ അത് കർത്താവ് ഇവിടെ കൊടുത്തിട്ടാണ് പോയത്. പക്ഷേ അത് അവർ വേണ്ട പോലെ കൈകാര്യം ചെയ്തു. പക്ഷെ ചിലർ ഇതിനകത്ത് ഉൾക്കൊണ്ടു എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അത് കാണിക്കുന്നത് ഈ പ്രമാണത്തെ അവര് അതുപോലെ തന്നെ അംഗീകരിക്കുന്ന ചില ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് കുറേ ആൾക്കാർ ഇതിനെ എതിർത്തു, അതിനോട് അംഗീകരിച്ചില്ല. പക്ഷേ കുറേ ആൾക്കാർ ഈ പറയുന്ന പ്രമാണത്തോടുള്ള ബന്ധത്തിൽ അവർ നിന്നു എന്നുള്ളത് നമുക്ക്. ഇപ്പം കർത്താവ് പറഞ്ഞ ഇസ്രായേലിനോട് പറഞ്ഞിരിക്കുന്ന ഉപമയ്ക്കനുസരിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവർ യേശുവിനെ അംഗീകരിക്കുന്നില്ല. പക്ഷേ എന്നാൽ അവർ ന്യായപ്രമാണം വെച്ച് നിൽക്കുമ്പോൾ ഒരിക്കലും വിഘടിക്കാനോ എതിർക്കാനോ പോകുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വന്നപ്പോൾ താൻ ദ്രവ്യം കൊടുത്തിരുന്ന ദാസന്മാർ വ്യാപാരം ചെയ്ത് എന്തു നേടി എന്ന് അറിയേണ്ടതിന് അവരെ വിളിപ്പാൻ കൽപ്പിച്ചു. ഒന്നാമത്തെ അടുത്ത് വന്നു, കർത്താവേ, നീ തന്ന റാത്തൽ കൊണ്ട് 10 റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനോട് നല്ല ദാസനെ, നീ അത്യല്പത്തിൽ വിശ്വസ്തനായതുകൊണ്ട് 10 പട്ടണത്തിന് അധികാരമുള്ളവനായിരിക്കാൻ കൽപ്പിച്ചു. രണ്ടാമത്തവൻ വന്ന്, കർത്താവേ, നീ തന്ന റാത്തൽ കൊണ്ട് 5 റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു പറഞ്ഞു. നീയും 5 പട്ടണത്തിന് മേൽവരാനായിരിക്കാമെന്ന് അവനോട് പറഞ്ഞു. മറ്റൊരുതവണ, കർത്താവേ, ഇതാ നിന്റെ റാത്തൽ, ഞാനതൊരു ഉറുമാലിൽ വെച്ചിരിക്കുന്നു. നീ വയ്ക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ ആകൊണ്ട് ഞാൻ നിന്നെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞു. അവനോട്, ദുഷ്ടദാസനെ, നിന്റെ വായിൽ നിന്ന് തന്നെ ഞാൻ നിന്നെ ന്യായം വിധിക്കും. ഞാൻ വയ്ക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ നീ അറിഞ്ഞുവല്ലോ. ഞാൻ വന്ന് എൻ്റെ ദ്രവ്യം പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളേണ്ടതിന് അത് നാണ്യപീഠത്തിൽ ഏൽപ്പിക്കാഞ്ഞത് എന്ത്? പിന്നെ അവൻ അരികെ നിൽക്കുന്നവരോട്, ആ റാത്തൽ അവൻ്റെ പക്കൽ നിന്ന് എടുത്ത് 10 റാത്തലുള്ളവന് കൊടുപ്പിനെന്ന് പറഞ്ഞു. കർത്താവേ, അവന് 10 റാത്തൽ ഉണ്ടല്ലോ എന്ന് അവർ പറഞ്ഞു. ഉള്ളവനെ അവന് കൊടുക്കും, ഇല്ലാത്തവനോടോ ഉള്ളതും കൂടി എടുത്തു കളയുമെന്ന് ഞാൻ സത്യമാടിനോട് പറയുന്നു. എന്നാൽ ഞാൻ തങ്ങൾക്ക് രാജാവായിരിക്കുന്നത് സമ്മതമില്ലാത്ത ശത്രുക്കളായവരെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ മുമ്പ് വെച്ച് കൊന്നുകളവിനെന്ന് അവൻ കൽപ്പിച്ചു. ഇത് കർത്താവ് ഉപമയായിട്ട് പറയുന്നു. രാജാവിനുള്ള ബന്ധത്തിൽ പറയുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഉപമയോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നതും മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതും ഒരേ കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ വായിക്കാം. ഒരു മനുഷ്യൻ, ഇത് 25-ാം അധ്യായം 10 കന്യകമാരുടെ ബന്ധത്തിൽ പറഞ്ഞതിന് ശേഷമായി അതിൻ്റെ തുറന്നു പറഞ്ഞിരിക്കുന്ന, ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ച് ഒരു 5 താലന്ത്, ഒരുവന് 2,
ഒരുവൻ 1 ഇങ്ങനെ ഓരോരുത്തരും അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്തു. യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്തു, വേറെ 5 താലന്ത് സമ്പാദിച്ചു. ഇങ്ങനെ 2 താലന്ത് ലഭിച്ചവൻ വേറെ 2 നേടി. 1 ലഭിച്ചവനോ പോയി നിലത്ത് ഒരു കുഴി കുഴിച്ച് യജമാനന്റെ ദ്രവ്യം മറച്ചു വെച്ചു. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാർ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. 5 താലന്ത് ലഭിച്ചവൻ അടുക്ക വന്നു, വേറെ 5 കൂടി കൊണ്ടുവന്നു യജമാനനെ, 5 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 5 താലന്ത് കൂടി നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ യജമാനൻ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് എന്നോട് പറഞ്ഞു. 2 താലന്ത് ലഭിച്ചവനും അടുക്ക വന്നു, യജമാനനെ, 2 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 2 താലന്ത് കൂടി നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നല്ലതിനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. 1 താലന്ത് ലഭിച്ചവനും അടുക്ക വന്നു, യജമാനനെ, നീ വിതയ്ക്കാത്തിടത്തുനിന്ന് കൊയ്യുകയും വിതറാത്തിടത്തുനിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് ഞാൻ അറിഞ്ഞു. ഭയപ്പെട്ടു ചെന്നു നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു, നിന്റേതിതാ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത്, ദുഷ്ടനും മടിയനുമായ ദാസനെ, ഞാൻ വിതയ്ക്കാത്തടത്തുനിന്ന് കൊയ്യുകയും വിതറാത്തിടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്നവൻ എന്ന് നീ അറിഞ്ഞുവല്ലോ. നീ എൻ്റെ ദ്രവ്യം പൊൻവാണി വെക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു. എന്നാൽ ഞാൻ വന്ന് എൻ്റേത് പലിശയോടുകൂടി വാങ്ങിക്കൊള്ളാമായിരുന്നു. ആ താലന്ത് അവൻ്റെ പക്കൽ നിന്നെടുത്ത് 10 താലന്ത് ഉള്ളവന് കൊടുപ്പീൻ. അങ്ങനെ ഉള്ളവന് ഏവനും ലഭിക്കും, അവന് സമൃദ്ധിയും ഉണ്ടാകും. ഇല്ലാത്തവനോട് ഉള്ളതും കൂടി എടുത്തു കളയും. എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇള്ളിലേക്ക് തള്ളിക്കളയുകയും അവിടെ കരച്ചിലും വെല്ലുവിളി ഉണ്ടാകും. 22-ാം അധ്യായം 13-ാം വാക്യവും 25-ാം അധ്യായം 30-ാം വാക്യം പറയുമ്പോൾ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ എന്ത് സംഭവിക്കുന്നു അന്ന്, അത് സുവിശേഷത്തോടുള്ള ബന്ധം എന്ത് സംഭവിക്കുന്നു എന്നുള്ള വിഷയമാണ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 2 ഉപമകളുടെ ബന്ധത്തിൽ വെളിപ്പെടുത്തുകയാണ്. ഒന്ന്, സുവിശേഷ ബന്ധത്തിൽ അന്ന് പ്രവേശിക്കപ്പെടാൻ കഴിയാത്ത തള്ളപ്പെട്ടവരായി ഇവിടെ നിൽക്കുന്നവരുണ്ട്. ഈ ചേർത്ത് വരുന്നതിനകത്തും ഇതിനകത്ത് സ്നേഹിത പദവിയിൽ കയറുന്നതിനകത്തും അങ്ങനെയുള്ളവരും ഉൾപ്പെടുന്നുണ്ട്. പക്ഷെ അവർക്ക് കയറുന്നതിൻ്റെ അകത്ത് വരുമ്പോൾ ചില സാഹചര്യം കൊണ്ട് ചില ആൾക്കാർക്ക് അതിനകത്ത് കല്യാണ ശാലയിൽ പ്രവേശിച്ച് ദൈവത്തോട് വിരുന്നിനുള്ള ഭാഗ്യം ലഭിക്കുന്നുണ്ട്. അതുപോലെ ഈ ഇസ്രായേലിന്റെ വൃതന്മാരായിട്ടുള്ള ചേർക്കുന്നു, അവരോടാണ് കർത്താവ് കണക്ക് ചോദിക്കുന്നത്. അത് കണക്ക് ചോദിക്കുമ്പോൾ എല്ലാവരോടും കർത്താവ് കണക്ക് ചോദിക്കും. ഈ കണക്ക് ചോദിക്കുന്ന കണക്കിൻ്റെ പ്രകാരമാണ് അവിടെ ചേർത്ത് തീർക്കുന്നത്. പക്ഷെ ഇതിന്ന് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഈ കുഞ്ഞാടിൻ്റെ മണവാട്ടിയോടുള്ള ബന്ധത്തിൽ അവരല്ല ഈ പറയുന്ന ഇവരെന്നുള്ളത് വ്യക്തമാണ്. ഇന്ന് രാത്രി സന്ദേശം അവസാനിപ്പിക്കുന്നത് പറയും, ഈ 2 കൂട്ടരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്ന്, കല്യാണ വിരുദ്ധശാലയിൽ നിന്ന് തള്ളപ്പെടുന്ന ആൾക്കാരിൽ കല്യാണ വസ്ത്രം ധരിക്കാത്തവരുണ്ട്. 2, ഈ താലന്ത് കുഴിച്ചു വെച്ചിട്ട് ദുഷ്ടനായിത്തീരുന്നവനെ തള്ളിക്കളയുന്നുണ്ട്. അപ്പോൾ ആദ്യമായി നിത്യനരകത്തിലേക്ക് പോകുന്നത് യേശുക്രിസ്തു കള്ളപ്രവാചകനുമാകുന്നെങ്കിൽ അതിന് ശേഷമായിട്ട് നിത്യന്യായ വിധിക്ക് അടിമപ്പെട്ട് നിത്യനരകത്തിലേക്ക് പോകുന്നത് കല്യാണ വിരുദ്ധശാലയിൽ നിന്നാണ്. അതിൽ അവിടുന്ന് കല്യാണ വസ്ത്രം ധരിക്കാത്തവരും ദൈവം പ്രത്യേകമായിട്ടുള്ള കൃപ കൊടുത്തിട്ട് അന്ന് ദൗത്യമേൽപ്പിച്ചിട്ട് ആ സമയത്ത് കണക്ക് ചോദിക്കേണ്ടവരോട് കണക്ക് ചോദിക്കുമ്പോൾ വാക്കുമുട്ടിപ്പോകുന്നവനെയും 2 കൂട്ടരും വാക്കുമുട്ടിപ്പോകുന്നുണ്ട്. അവരെ 2 കൂട്ടരെയുമാണ് നിത്യനരകത്തിലേക്ക് തള്ളിക്കളയുന്ന ശേഷമുള്ളവരാണ് ഞാനോട് വിരുദ്ധശാലയിൽ അവിടെ ആയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 2 കൂട്ടരുണ്ടെന്നുള്ളതും ഈ പ്രതിഫലം അവിടെ കൊടുക്കുമ്പോൾ ഇവർക്ക് തമ്മിൽ വ്യത്യാസം എന്താണെന്ന് കൂടി പറഞ്ഞ് രാത്രി അവസാനിപ്പിക്കാം. ഇത് വായിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ വൃതന്മാരായിട്ടുള്ളവർക്ക് ലഭിക്കുന്ന പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കുഞ്ഞാടിനോടുകൂടെ അവൻ രാജ്യത്തെ പ്രാപിക്കുമ്പോൾ അന്ന് പട്ടണങ്ങളുടെ അധികാരം ലഭിക്കുന്നത് ഈ വൃതന്മാരായി ചേർന്ന് നിൽക്കുന്ന താലന്തിനുള്ള ബന്ധത്തിൽ. എന്നാൽ ദൈവം കൊടുത്തിരിക്കുന്ന കൃപയ്ക്കൊത്തവണ്ണം നിന്നവർക്കാണ്. അവരുടെ കഴിവിനനുസരിച്ചാണ് ദൈവം പട്ടണങ്ങളെ കൂടെ. ഒരിക്കലും മണവാട്ടി സഭയോ തോഴിമാരോ ഒന്നും ഈ ലോകത്തിൻ്റെ സാധാരണ മനുഷ്യർ ജീവിക്കുന്ന ഒരു പട്ടണം ഭരിക്കാനുള്ളവരല്ല. നമ്മൾ കുഞ്ഞാടോടുകൂടെ വാഴാനുള്ളവരാണ്, സിംഹാസനിക്കാനുള്ളവരാണ്.
ഇനി ആർക്കെങ്കിലും പട്ടണം ഭരിക്കാൻ പോകുന്നേ പൊക്കോ, പക്ഷെ എനിക്ക് അങ്ങനെ ഒരു പട്ടണം ഭരിക്കാൻ പോകേണ്ട ആവശ്യമില്ല. ഈ പട്ടണം കൊടുക്കുന്നത് 10ഉം 5ഉം ഒക്കെ കൊടുക്കുന്നത് അന്ന് ചേരുന്ന വൃതന്മാരായിട്ടുള്ളവർക്കാണ്. എന്നാൽ സ്നേഹിത പദവിയിലുള്ളവർക്ക് ആ പദവി കിട്ടത്തില്ല. അവർക്ക് കുഞ്ഞാടിന്റെ കല്യാണ സദ്യയിലും തുടർന്ന് നടക്കുന്ന ദൈവരായത്തിലും പന്തിക്കിരിക്കുവാനുള്ള അവകാശമാണ് സ്നേഹിത പദവിയിലുള്ളവർക്ക് ലഭിക്കുന്നത്. എന്നാൽ വൃതന്മാരായിട്ട് കയറുന്നവർക്ക് ലഭിക്കുന്നത് അതിലും ശ്രേഷ്ഠമേറിയ പദവിയാണ്. അവർക്കാണ് പട്ടണങ്ങൾ വിഭജിച്ച് കിട്ടുന്നത്. അപ്പോൾ ഈ പട്ടണങ്ങൾ വിഭജിക്കാൻ കിട്ടാൻ വേണ്ടി അങ്ങനെയുള്ള വൃതന്മാരെ സെലക്ട് ചെയ്യുമ്പോൾ അത് കിട്ടിയിട്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞവനെ വൃതന്മാരുടെ കൂട്ടത്തിൽ ചേർത്തിരുന്നില്ല. പക്ഷേ കണ്ടവരെ ചേർത്തുകൊണ്ട് വന്നപ്പോൾ ഇവനെയും അകത്ത് കയറ്റിയത ഒന്ന് കിട്ടി കുഴിച്ചിട്ടവനും അന്ന് കണ്ടവരുടെ കൂട്ടത്തിൽ കയറി വന്നു. അവന്റെ സ്വഭാവത്തിന് മാറ്റം വന്നില്ല. അവനെയും പിടിച്ച് കിട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടെന്ന് പറഞ്ഞാൽ അഗ്നരകത്തിയെ കാണിക്കുന്നു, തള്ളിക്കളയുന്നു. അപ്പോൾ ഈ രാത്രിയിൽ ചിന്തിക്കുമ്പോൾ ജീവനോടെയാണ് ഇവരെയെല്ലാം നിത്യ നരകാഗ്നിയിലേക്ക് തള്ളിക്കളയുന്നത്. അപ്പോൾ ആരൊക്കെയാണ് നിത്യനരകത്തിലേക്ക് പോകുന്നത്? ആദ്യമായി പോകുന്നത് ഹർമ്മോദയത്വത്തോടുള്ള ബന്ധത്തിൽ എതിർക്രിസ്തുവും കള്ളപ്രവാചകനുമാകുന്നു. പിന്നീട് ആരാകുന്നു ഈ പറയുന്ന നിത്യനരകത്തിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ കല്യാണ വിരുദ്ധശാലയിൽ പ്രവേശിച്ചവരിൽ ആയിട്ടുള്ളവർക്ക് പട്ടണങ്ങളുടെ അധികാരം ദൈവം പ്രതിഫലമായി കൊടുക്കുമ്പോൾ 10ഉം 5ഉം 2ഉം ഒക്കെ പട്ടണങ്ങളെ വിഭജിച്ചു കൊടുക്കാൻ വേണ്ടി ഇസ്രായേൽ വൃതന്മാരായിരിക്കുന്ന ദാസന്മാർക്കും സുവിശേഷത്തിന്റെ ഗണത്തിൽപ്പെടുന്നവർക്കും അധികാരങ്ങൾ കർത്താവ് കൊടുക്കുമ്പോൾ അന്ന് സ്നേഹിത പദവിയിൽ പ്രവേശിക്കുന്നവരിൽ ഒരു കൂട്ടം ആൾക്കാർക്ക് അന്ന് അവർ ദൈവകൃപയാൽ അവരവിടെ അഡ്ജസ്റ്റ് ചെയ്ത് അവർ അതിനനുസരിച്ച് കല്യാണ വസ്ത്രം എന്ന് പറഞ്ഞാൽ കല്യാണ സദ്യയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുമ്പോൾ അവർക്ക് കല്യാണ സദ്യയിൽ പങ്കെടുക്കുവാനും തുടർന്ന് നടക്കുന്ന കുഞ്ഞാടിന്റെ രാജ്യത്തിൽ പന്തിയിലിരിക്കാനുള്ള ഭാഗ്യം ലഭിക്കും. എന്നാൽ ഇങ്ങനെ സ്നേഹിത പദവിയിൽ കയറിയിട്ടും അതിനെ നിസ്സാരമായി കണ്ടവർക്ക് അവർക്ക് നിത്യ നരകാഗ്നിയിലേക്ക് തള്ളിക്കളയവരെ ജീവനോടെയാണ് നിത്യ നരകാഗ്നിയിലേക്ക് തള്ളിക്കളയുന്നത്. അപ്പോൾ ഇന്ന് ഇത് നമ്മുടെ ഈ ചിന്തയിൽ നിന്ന് ഭൂമി നടക്കുന്ന കല്യാണ സദ്യയെക്കുറിച്ചും അന്ന് കർത്താവ് അവർക്ക് പ്രതിഫലം കൊടുക്കുന്നതിനെ കുറിച്ചുമുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഈ ഭാഗം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് സംബന്ധമായിട്ട് ഇനി ആർക്കും തന്നെ സംശയമുണ്ടാകത്തില്ല എന്നുള്ള ഞാൻ ആത്മാവിൽ സെൻസ് ചെയ്തുകൊണ്ട് രാത്രിയിലെ ഈ വചന പഠനത്തിന് വിരാമമിടുന്നു. ദൈവം വെച്ചാൽ നാളെ നമുക്ക് ബൈബിൾ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ഒരു ക്ലാസ് നഷ്ടപ്പെട്ടതുകൊണ്ട് നാളെ ദൈവം വെച്ചാൽ ബാക്കിയുള്ള ഭാഗം ചിന്തിക്കുന്നതായിരിക്കും. നിങ്ങൾ ഇനി ഒന്നുകൂടി ചിന്തിക്കുകയും വായിക്കുകയും പഠിക്കുകയും ഗ്രഹിക്കുകയും ഒക്കെ ചെയ്തിട്ട് മനസ്സിലതൊക്കെ ഒന്ന് ചിന്തിക്കുകയായി പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടാണല്ലോ നിൽക്കുന്നത്, അങ്ങനെ ചിന്തിച്ചൊന്ന് അയവറക്കാമെങ്കിൽ നിശ്ചയമായിട്ട് അത് ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകത്തില്ല. എന്നിട്ടും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ദയവായിട്ട് ചോദിക്കാൻ മറക്കരുത് എന്ന് ഓർപ്പിച്ചുകൊണ്ട് ക്ലാസ്സിന് വിരാമിടുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.